എല്ലാവർക്കും നമസ്കാരം. ഗുഡ് ആർ സി എം. എല്ലാവരും വളരെ എക്സൈറ്റ്മെന്റിലാണ്. 28-ാം തീയതി നടക്കുന്ന സൗത്ത് ഇന്ത്യ മഹോത്സവത്തില് കിട്ടാൻ പോകുന്ന പുതിയ പുതിയ അനൗൺസ്മെന്റുകളെ കുറിച്ചും അതേപോലെ തന്നെ RCM വേൾഡ് വൈഡ് ആവാൻ പോകുന്ന ഒരുപാട് മെസ്സേജുകള് നമുക്ക് അവിടെ കിട്ടാൻ പോവുകയാണ്. പല ആളുകളും ചോദിച്ചു, സാർ എന്നാണ് വിദേശത്തേക്ക് പോകുന്നത്? ഞാൻ വിദേശത്തുള്ള ആളുകളെ ജോയിനിങ് ചെയ്തു തുടങ്ങി. ഇതൊക്കെ വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ഇതിനെക്കുറിച്ചൊക്കെയുള്ള വളരെ വ്യക്തമായ ഇൻഫോർമേഷനുകളും അത് എന്ന് പോവും എന്നുള്ളത്, അല്ലെങ്കിൽ ഈ വർഷം പോവോ അടുത്ത വർഷമായിരിക്കോ, ഈ വർഷം അതിനുള്ള തയ്യാറെടുപ്പുകൾ എന്തൊക്കെയാണ്, അതേപോലെ തന്നെ ഇനി വരും സമയങ്ങളിൽ RCMന്റെ വിഷൻ എത്ര വലുതാണ്, ഇതെല്ലാം നമ്മൾ 28-ാം തീയതി എറണാകുളം രാജഗിരിയിൽ നടക്കുന്ന സൗത്ത് ഇന്ത്യ മഹോത്സവത്തിൽ കേൾക്കാൻ പോവാണ്. അത് ആരിലൂടെയാണ് കേൾക്കുന്നത്? നമ്മളുടെ മഹാനായ MD, ആദരണീയനായ പൂജ്യനായ ഒരുപാട് വ്യക്തികളുടെ ലൈഫിൽ മാറ്റമുണ്ടാക്കി തന്ന ഈ RCM എന്ന പ്രസ്ഥാനത്തിലൂടെ തിലോക് ചന്ദ് ചാപ്ര എന്ന് പറയുന്ന RCMനെ മനസ്സിലാക്കിയ വ്യക്തികൾ, ദൈവം എന്ന് കരുതുന്ന ആ വ്യക്തിയുടെ ഏകമകൻ ഫ്യൂച്ചർ MD ആയിട്ടുള്ള സൗരഭ് സാറിൽ നിന്നാണ് നമ്മൾ ഇതെല്ലാം നേരിട്ട് കേൾക്കാൻ പോകുന്നത്. അതിന്റെ എക്സൈറ്റ്മെന്റിലാണ് ഒത്തിരി ആളുകൾ. അതിലേക്ക് എലിജിബിൾ ആവാത്ത ഒരുപാട് പേര് എന്നോട് ടിക്കറ്റ് ചോദിച്ചു, സാറേ എനിക്കൊരു ടിക്കറ്റ് കിട്ടോ? ഞങ്ങള് 10,000 പർച്ചേസ് വോളിയം ചെയ്തിട്ടില്ല, എങ്കിലും ഒരു ടിക്കറ്റ് ഉണ്ടാക്കി തരാൻ പറ്റോ? ഞാൻ പറഞ്ഞു, അത് അച്ചീവ് ചെയ്ത ആളുകൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്. അതുകൊണ്ട് ഇനി കിട്ടോ കിട്ടില്ല എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ലാസ്റ്റ് നിമിഷം ആകുമ്പോഴേക്കും എവിടെന്നെങ്കിലും ഒരു ടിക്കറ്റ് കിട്ടാന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തരാം. അപ്പൊ ജനങ്ങൾ അത്രത്തോളം എക്സൈറ്റ്മെന്റിലാണ്. നിങ്ങളോ? എത്ര പേര് ആ പ്രോഗ്രാമിന് വേണ്ടിയിട്ട്, 28-ാം തീയതി നടക്കുന്ന പ്രോഗ്രാമിന് വേണ്ടിയിട്ട് എത്ര പേര് ഇതുവരേക്കും ടിക്കറ്റ് എടുത്ത് തയ്യാറായി കഴിഞ്ഞു? ഒന്ന് ഹാൻഡ് റൈസ് ചെയ്ത് നിങ്ങളുടെ എനർജി ഒന്ന് കാണിക്കും. ഇപ്പൊ നമുക്ക് 417 പേര് ഈ പ്ലാറ്റ്ഫോമിൽ വന്നിട്ടുണ്ട്. ഇനിയും കുറച്ച് പേര് വരും. ഇന്നത്തെ ഒരു പ്രോഗ്രാം വെരി ഗുഡ്, സൂപ്പർ സൂപ്പർ സൂപ്പർ. എല്ലാവരും ആക്റ്റീവാണ്. അപ്പൊ നിങ്ങളുടെ ഹാൻഡ് റൈസ് ചെയ്ത് ഞാൻ താത്താം. ഇനി ആരും കഴിപ്പോ കൊണ്ടാട്ടോ. അപ്പൊ എല്ലാവരും ആക്റ്റീവാണ്. അപ്പൊ ഇന്നത്തെ ഒരു പ്രോഗ്രാം, അതിനോടനുബന്ധിച്ച് നിങ്ങൾക്ക് ഈ ഒരു ഉദയകിരണം പ്രോഗ്രാമില് ഞാൻ 2 പ്രാവശ്യം ഗസ്റ്റ് ഹോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇന്ന് ഗസ്റ്റ് സ്പീക്കറായിട്ട് സംസാരിക്കാൻ കിട്ടിയതിൽ വളരെ സന്തോഷം. പുതിയതായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എന്റെ പേര് ഗിരീഷ് എന്നാണ്. ഇന്ത്യൻ ആർമിയിലായിരുന്നു ഞാൻ 17 വർഷക്കാലം. ഞാൻ ചെറുതായിരുന്ന സമയം മുതൽ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച എനിക്ക്, ഞാൻ സാധാരണക്കാരനായിരുന്നുവെങ്കിലും എന്റെ സ്വപ്നങ്ങൾ എപ്പോഴും വലുതായിരുന്നു. എനിക്കൊരു മടിയില്ലായിരുന്നു തുടക്കത്തിലേ മുതൽ. കാണുമ്പോൾ സാധാരണക്കാരനാണ്, പക്ഷെ എന്റെ ഇനി എന്തെങ്കിലും പഠിക്കണം, ഇനി എന്തെങ്കിലും നേടണം. ഒരുപക്ഷെ സാധാരണക്കാരനായത് കൊണ്ടായിരിക്കാം അല്ലെ, പോക്കറ്റിൽ കാശില്ലെങ്കിൽ അത് നേടാനുള്ള ആഗ്രഹം നമുക്കുണ്ടാവും. അതുകൊണ്ട് തന്നെ ഞാൻ ഇനി എന്റെ ലൈഫിൽ എങ്ങനെ എനിക്ക് മികച്ചതാക്കാം എന്റെ ലൈഫിനെന്ന് വിചാരിച്ച് ഞാൻ എപ്പോഴും ഒരു ഉന്നതിയിലേക്ക് ചിന്തിക്കാറുണ്ടായിരുന്നു. അതിനുശേഷം എനിക്ക് പട്ടാളത്തിൽ പോകാനുള്ള അവസരം കിട്ടി. പട്ടാളത്തിൽ പോയതിനു ശേഷവും അവിടെയും എന്റെ ട്രേഡിന്റെ വർക്കൊന്നല്ല ഞാൻ കൂടുതൽ ചെയ്തത്. ഞാനൊരു ക്ലറിക്കൽ ഡ്യൂട്ടിയാണ് ഏറ്റവും കൂടുതൽ ചെയ്തത്. കാരണം എന്റെ ട്രേഡ് ഡ്രൈവറായിരുന്നു. പക്ഷെ എനിക്ക് ഡ്രൈവറിൽ ഇരുന്നിട്ട് തൃപ്തിപ്പെടാൻ പറ്റിയില്ല. എനിക്ക് എന്തെങ്കിലും പഠിക്കണം. അങ്ങനെ ഡ്രൈവർ ജോലി ചെയ്തുകൊണ്ട് തന്നെ ഞാൻ കമ്പ്യൂട്ടർ കോഴ്സ് ചെയ്തു. അതുകൊണ്ട് തന്നെ എനിക്ക് അടുത്ത യൂണിറ്റുകളിൽ എനിക്ക് ഡ്രൈവർ ജോലി ചെയ്യേണ്ടി വന്നിട്ടില്ല. ഞാൻ ഫുള്ള് ഓഫീസിലെ ജോലി ചെയ്തു. അപ്പൊ എന്റെ കൂട്ടുകാരൊക്കെ പറയുമായിരുന്നു, ഗിരീഷ നിനക്ക് എന്ത് സുഖാ, നിനക്ക് നൈറ്റ് ഡ്യൂട്ടി ഇല്ല. ഞങ്ങൾ നോക്കിയേ ഇവിടെ തോക്കും കുത്തി പിടിച്ച് ഡ്യൂട്ടിക്ക് നിൽക്കുന്ന കണ്ട, നീയാണെങ്കിൽ സുന്ദരമായിട്ട് ക്ലർക്കിന്റെ അക്കോമഡേഷനിൽ ജീവിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞൊരു കാര്യം ഇത്രേ ഉള്ളൂ, ലേ ലഡാക്കില് നിങ്ങളെല്ലാവരും മൂടി പുതച്ച് കിടന്നുറങ്ങിയ സമയത്ത് ഞാൻ അവിടെ എന്റെ റെസ്റ്റ് ടൈമിൽ കമ്പ്യൂട്ടർ പഠിക്കാൻ പോയി. അന്ന് നിങ്ങളൊക്കെ പറഞ്ഞത്, എന്തിനാ നീ കമ്പ്യൂട്ടർ പഠിക്കാൻ പോണേ, ഇവിടെ കിടന്ന് ഉറങ്ങിക്കൂടെ ഈ തണുപ്പത്ത്, ലേ ലഡാക്കില് കാർഗിലില്. അപ്പൊ എനിക്ക് തോന്നി കമ്പ്യൂട്ടർ പഠിക്കണം.
അപ്പൊ ഞാൻ പറഞ്ഞത് അന്നും എനിക്ക് ഉയരണം ഉയരണം ഉയരണം, അടുത്ത സ്റ്റെപ്പിലേക്ക് പോകണം. അതുകൊണ്ട് തന്നെ പട്ടാളത്തിൽ നിന്ന് റിട്ടയർഡ് ആയതിനു ശേഷവും ഞാൻ തൃപ്തനായില്ല. ഞാൻ വീണ്ടും വിദേശത്തേക്ക് പോയി. വിദേശത്ത് ജോലി ചെയ്തപ്പോൾ കുറെ ആരോഗ്യ പ്രശ്നങ്ങൾ വന്നു. അങ്ങനെ 2 മാസത്തെ ലീവിന് നാട്ടിലേക്ക് വന്നത് ചികിത്സയ്ക്കും കൂടിയായിട്ടാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്റെ സിസ്റ്ററിലൂടെ എനിക്ക് ആർസ്യം കിട്ടുന്നതും. സിസ്റ്റർ പറഞ്ഞിട്ട് ആർസ്യം മനസ്സിലായില്ലെങ്കിലും പിന്നീട് ഡോക്ടർ രാജൻ സാറിന്റെ ക്ലാസ്സിലൂടെ ആർസ്യം മനസ്സിലാവുകയും ആർസ്യം നല്ലതാണെന്നും ആർസ്യം ഉൽപ്പന്നങ്ങൾ നല്ലതാണെന്നും മിലിറ്ററി ക്യാൻറ്റീനേക്കാളും നല്ല ഉൽപ്പന്നങ്ങളാണെന്നും മിലിറ്ററി ക്യാൻറ്റീനേക്കാളും ന്യായ വിലക്ക് കിട്ടുമെന്നും മിലിറ്ററി ക്യാൻറ്റീൻ ഇന്ന് വരെയും ഒരാളെയും സക്സസിലേക്ക് എത്തിച്ചിട്ടില്ലെന്നും ആർസ്യം ഉൽപ്പന്നങ്ങൾ നമ്മൾ ഉപയോഗിക്കുകയും അത് ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്താൽ വലിയ വലിയ അച്ചീവ്മെന്റ് വരാൻ സാധിക്കുമെന്നും എനിക്ക് മനസ്സിലായി. പക്ഷെ എത്രത്തോളം അതിൽ ഉയരങ്ങളിലേക്ക് പോകാൻ പറ്റുന്നുള്ള ഒരു വിശ്വാസം അപ്പോഴും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ഞാൻ കോഴിക്കോട് പയ്യോളിയിൽ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്തപ്പോൾ ആർസിഎമ്മിന്റെ ഒരു വലുപ്പം എനിക്ക് മനസ്സിലായി. അപ്പൊ സാധാരണക്കാര് അവിടെ വിജയിച്ചു നിൽക്കുന്ന കണ്ടപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. സാധാരണക്കാർക്കും വിജയിക്കാൻ പറ്റും, ഒരു സാധാരണ വീട്ടമ്മയ്ക്കും വിജയിക്കാൻ പറ്റും, ഒരു ഗവൺമെന്റ് ജോലി ചെയ്യുന്ന ഒരാൾക്കും ഇതിലൂടെ വിജയിക്കാൻ പറ്റും, ഒരു എന്താ പറയാ എയർഫോഴ്സുകാർക്ക് ഇതിൽ വിജയിക്കാൻ പറ്റും, വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകൾക്ക് വിജയിക്കാൻ പറ്റും, ഏജ്ഡ് ആയുള്ള ഒരാൾക്കും വിജയിക്കാൻ പറ്റും. കാരണം അവിടെ സ്റ്റേജിൽ വിജയിച്ച ആളുകൾ കണ്ടപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ഇവർക്കൊക്കെ വിജയിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്തായാലും എനിക്കും വിജയിക്കാൻ പറ്റും. പക്ഷെ അതിനുള്ള കുറച്ചും കൂടി എനിക്ക് ഊർജം വന്നത് 2017 കോയമ്പത്തൂര് നടന്ന, ഇപ്പൊ നമുക്ക് ഈ മഹോത്സവം പോലെ അന്ന് കോയമ്പത്തൂർ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ആ പ്രോഗ്രാമിന് എന്നെ എടുത്ത് ഇവിടുന്ന് കൊണ്ടുപോയി എന്റെ ലീഡേഴ്സ്. ആ വലിയൊരു പ്രോഗ്രാം, ഏകദേശം 5000-ലധികം ആളുകൾ പങ്കെടുത്ത പ്രോഗ്രാമിലാണ് ശരിക്കും ഇതിന്റെ ഒരു വിഷൻ എനിക്ക് കിട്ടിയത്. അതിനുശേഷം ഞാൻ ഒരു സെക്കൻഡ് നേരത്തേക്ക് പോലും പിന്തിരിഞ്ഞു നോക്കിയിട്ടില്ല. എനിക്ക് ഒരു സെക്കൻഡ് പോലും എനിക്ക് ക്ഷീണം വന്നിട്ടില്ല, തളർച്ച വന്നിട്ടില്ല. കാരണം ഇതിന്റെ യഥാർത്ഥ വിഷൻ നമ്മൾ ഓരോ വ്യക്തികളും ആർസ്യം ഏറ്റെടുത്താൽ വരുന്ന 5, 6, 7, 10 വർഷം കഴിയുമ്പോൾ നമ്മൾക്കുണ്ടാകാവുന്ന സൗഭാഗ്യങ്ങൾ എന്താണ്, നമ്മുടെ വരും തലമുറ എങ്ങനെ ജീവിക്കും. കാരണം ഒരു സാധാരണക്കാരനായിട്ട് ജീവിച്ച് ഞാൻ ദാരിദ്ര്യം ഒത്തിരി കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചൊരു കാര്യം, ഇനി എന്റെ വീട്ടിൽ ആരും ദരിദ്രനായിട്ട് ജനിക്കരുത്. ഇനി ദാരിദ്ര്യം എന്ന് ഉള്ളത് എന്റെ കുടുംബത്തിൽ ഉണ്ടാവരുത്. അതിന് പറ്റിയൊരു പ്രസ്ഥാനമാണ്, അതിന് പറ്റിയൊരു പ്ലാറ്റ്ഫോമാണ് ആർസ്യം എന്ന് മനസ്സിലാക്കിയപ്പോൾ എന്ത് പ്രതിസന്ധി വന്നാലും ഇതിലെ വിജയിച്ചേ അടങ്ങൂ എന്നുള്ള ഒരു ഉറച്ച തീരുമാനത്തോടു കൂടി ഞാൻ ആർസ്യമിനെ ഏറ്റെടുത്തു. അന്നും ഇന്നും എനിക്ക് എനർജി ഇതേ ലെവലിലാണ്. ഒരു പക്ഷെ എനിക്ക് തോന്നുന്നു അന്നത്തെക്കാളും എനർജി ഇപ്പൊ കൂടുതലാ. രവീന്ദ്രൻ സാർ ബിൽവാഡ ഇന്ന് ആർസിഎമ്മില് സ്റ്റാർ എംറാൾഡ് അച്ചീവർ ആണ്, അതിലുപരി റൈസിംഗ് കോർ ലീഡർ ആണ്. റൈസിംഗ് കോർ ലീഡർ ആയിട്ട് ബീൽവാഡ പോവുകയും ഈ കഴിഞ്ഞ മാസം 3-4 തീയതികളിൽ ബീൽവാഡ പോയിട്ട് ഇനി നമുക്ക് സൗരവ് സാറ് മഹോത്സവത്തിൽ പറയാൻ പോകുന്ന കാര്യങ്ങള് അവിടെ നേരിട്ട് കേൾക്കാൻ പറ്റിയപ്പോൾ എന്റെ ഉത്സാഹം ഒന്നും കൂടി. എനിക്ക് തോന്നുന്നു ഞാൻ ഇപ്പോഴാണ് ഒന്നും കൂടി ഉത്സാഹിതനായത്. മുന്ന് ചെയ്തതൊന്നല്ല ആർസ്യം, ഇനി ചെയ്യാൻ പോകുന്നതാണ് ആർസ്യം. എത്ര പേര് അങ്ങനെ എക്സൈറ്റ്മെന്റിലാണ്, ഞാൻ വരും സമയം നന്നായിട്ട് വിജയിച്ച് നല്ല ഫുൾ എഫേർട്ട് ഇട്ട് ഞാൻ വിജയിച്ച് കാണിക്കും എന്ന് ഉറച്ച തീരുമാനം എടുത്ത എത്ര പേരുണ്ട്. ഒന്നും കൂടി നിങ്ങൾ യെസ് എഴുതേ, തമ്പടിക്കേ, എന്ത് വേണമെങ്കിലും ചെയ്തോ. വെരി ഗുഡ്. ഒരു മോട്ടോർ സൈക്കിൾ മാത്രം ഉണ്ടായിരുന്ന എന്റെ എല്ലാ മോട്ടോർ സൈക്കിള്, എന്റെ വൈഫ് പോസ്റ്റ് മാസ്റ്റർ ആയിരുന്നു കൊണ്ട് എന്റെ വൈഫിന് വീഗോ ഒരു സ്കൂട്ടർ ഉണ്ടായിരുന്നു. എനിക്ക് എന്തിനാ മോട്ടോർ സൈക്കിള്? പട്ടാളക്കാരന് എന്തിനാ മോട്ടോർ സൈക്കിള്? മേടിക്കാനാണെങ്കിൽ കാശില്ല, അത് വേറെ കാര്യം. നാട്ടിൽ വന്നാൽ ആകെ 20 ദിവസം 30 ദിവസം നിൽക്കുന്നത്. അപ്പൊ വൈഫിന്റെ തന്നെ സ്കൂട്ടിയില് അല്ലെങ്കിൽ അമ്മായച്ചന്റെ ബുള്ളറ്റിലാണ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരുന്നത്. ബുള്ളറ്റല്ല, മറ്റേ അന്നൊരു സ്പ്ലെൻഡർ ആയിരുന്നു. അങ്ങനെ നടന്നിരുന്ന ഞാൻ ആർസിഎമ്മിൽ വന്ന് 5 വർഷമായപ്പോൾ ഇന്ന് സഞ്ചരിക്കുന്നത് 26 ലക്ഷത്തിന്റെ ഫുൾ ഓപ്ഷൻ ടാറ്റ ഹരിയറിലാണ്. ഞാൻ ആർസിഎമ്മിൽ വന്നില്ലായിരുന്നെങ്കിൽ
ടാറ്റ ഹരിയർ അല്ല, ഒരു കാറ് പോലും ഞാൻ മേടിക്കില്ലായിരുന്നു. കാരണം എനിക്ക് വിജയിക്കണം, ആ വിജയിക്കാനുള്ള ഒരു മാർഗമാണ് RCM. അതിനു വേണ്ടി ഞാൻ എഫർട്ട് ഇടാൻ തയ്യാറാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയപ്പോൾ അതിനുവേണ്ടി ഞാൻ എഫർട്ട് ഇടാൻ തുടങ്ങി. ഒരു വേദനയും ഒരു പെയിനും ഒരു ബുദ്ധിമുട്ടും എനിക്ക് പെയിനായിട്ട് തോന്നിയിട്ടില്ല. കാരണം എന്താണ്? എന്റെ വേദനയ്ക്കാൾ എത്രയോ ഉപരിയാണ് RCMന്റെ സക്സസ്. നമുക്കറിയാം, ഒരു പട്ടാളക്കാരനായിരുന്നു ഞാൻ. ഇന്ന് സാധാരണ പട്ടാളക്കാർ വന്നിട്ട് ഏതെങ്കിലും സാധാരണ കമ്പനികളിൽ ട്രാഫിക്കിലൊക്കെ നിങ്ങൾ നിൽക്കുന്ന കാണാം, നിസ്സാര വരുമാനത്തിന് വേണ്ടിയിട്ട്. അതൊരു മോശമായ ജോലിയല്ല, അവർക്ക് RCM മനസ്സിലാക്കിയിട്ടില്ല. ഒരുപക്ഷെ RCM കിട്ടിയില്ലായിരുന്നെങ്കിൽ ഞാനും അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമായിരുന്നുള്ളൂ. പക്ഷേ ദൈവാനുഗ്രഹം നമ്മളിലുള്ളത് കൊണ്ടാണ് നമ്മൾ ഇവിടെ. ശരിയല്ലേ? നമ്മൾ ഇവിടെ എത്ര പേര് വന്നിട്ടുണ്ട്? ഇപ്പൊ ഏകദേശം 532 പേര് വന്നിട്ട്, ഈ 532 പേരിലും ദൈവാനുഗ്രഹം ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇവിടെ ഉള്ളത്. ആ ഒരു ട്രാഫിക്കിൽ നിൽക്കുന്ന പോലീസുകാരൻ എന്തുകൊണ്ടാണ് അവിടെ? അദ്ദേഹത്തിന് ഇതുവരെയ്ക്ക് RCM മനസ്സിലായിട്ടില്ല. ആള് മോശമായിട്ടോ, ആള് ചെയ്യുന്ന ജോലി മോശമായിട്ടല്ല. പക്ഷെ ഞാൻ വിചാരിക്കുകയാണ്, ദൈവം നമുക്ക് എത്ര നല്ലൊരു അവസരമാണ് ഒരുക്കി തന്നത്. ഈ നല്ലൊരു അവസരം ഒരുക്കി തന്നിട്ടും നമ്മൾക്ക് ശരിയായ രീതിയിൽ വിജയിക്കാൻ പറ്റുന്നുണ്ടോ? ശരിയായി വിജയിച്ചിട്ടുണ്ടോ? പോരാ, എനിക്ക് ഇനിയും വിജയിക്കണം, ഒന്നും ആയിട്ടില്ല. ശരിയല്ലേ? എന്നാൽ എല്ലാ ആളുകൾക്കും RCMൽ വിജയിക്കാൻ പറ്റും. പക്ഷെ എല്ലാവരും RCM വിജയിക്കുന്ന, ശരിയാണോ? എല്ലാവർക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റി ആണ്. ഇപ്പൊ കഴിഞ്ഞ മാസം എന്റെ ടീമില് ഇപ്പൊ ബാബു സാറ് നമ്മളോട് സംസാരിച്ചു, വെൽക്കം ചെയ്തു. എന്റെ ടീമില് അംബികാവതി ടീച്ചർ കഴിഞ്ഞ മാസം സ്റ്റാർ അച്ചീവറായി. 72ാമത്തെ വയസ്സാണ്. രവീന്ദ്രൻ സാറ് നിങ്ങളുടെയൊക്കെ ഒരു ഫ്രണ്ടാണ് ആള്. 72ാമത്തെ വയസ്സിൽ ടീച്ചറായി റിട്ടയർമെന്റ് ചെയ്ത് RCMന്റെ കൂടെ നിരന്തരമായി പ്രവർത്തിച്ച് കഴിഞ്ഞ മാസം സ്റ്റാർ അച്ചീവറായി. ഞാൻ കമ്മീഷൻ കാൽക്കുലേഷൻ ചെയ്ത് നോക്കി. കഴിഞ്ഞ ദിവസം പറവൂര് പ്രോഗ്രാമില് ടീച്ചറിനെ അവിടെ ഇരുത്തി ടീച്ചറിന്റെ മൊത്തം ബിസിനസ് ഞാൻ എഴുതി കറക്റ്റായിട്ട് കാൽക്കുലേഷൻ ചെയ്ത് കാണിച്ചപ്പോ 22,200 സംതിങ് രൂപ മാഡത്തിന് കമ്മീഷൻ ഉണ്ട്. അതുകൂടാതെ ബോണസ് ഏകദേശം 3000 രൂപയോട്ടോളം ബോണസ് ഉണ്ട്. അപ്പൊ 22, 3, 25. ഒരു 72 വയസ്സായ ഒരു വീട്ടമ്മ, ഒരു ടീച്ചർ, ഒരു ലേഡി ടീച്ചർ എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, 72 വയസ്സായ ഒരു മാഡം 25,000 രൂപ വരുമാനത്തിലേക്ക് എത്തുന്ന ലെവലിലേക്ക് RCMന് മാറ്റാൻ പറ്റിയെങ്കിൽ, ഇവിടെ നമ്മൾ ഇരിക്കുന്നവരൊക്കെ രക്തത്തിന് തിളപ്പുള്ള ആളുകളല്ലേ, ചുറുചുറുക്കുള്ള ആളുകളല്ലേ? അപ്പൊ അത് എത്താനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? എന്തുകൊണ്ട് എല്ലാവരും എത്തുന്നില്ല? ഇവിടെ ഞാൻ അങ്ങനെയുള്ള കുറച്ച് കാരണങ്ങളാണ് നിങ്ങളോട് കാണിക്കാൻ പോകുന്നത്. 15 കാരണങ്ങളാണ് കാണിക്കാൻ പോകുന്നത്. നമ്മൾ RCM ഏറ്റെടുത്ത് സീരിയസ് ആണ്, അതുകൊണ്ടാണല്ലോ ഈ പ്ലാറ്റ്ഫോമിൽ വന്നിരിക്കുന്നത്. ഞാൻ പറയുന്നത്, എൻ്റെ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് വലിയൊരു ടൂളായിട്ട് മാറും. ഇത് കേട്ടതിന് ശേഷം ഇത് നിങ്ങൾക്ക് യൂട്യൂബിൽ വരും. ഇത് നിങ്ങളുടെ ടീമുകളിലേക്ക് അയച്ചു കൊടുക്കണം. കാരണം ഞാൻ ഈ പറയാൻ പോകുന്ന 15 പോയിന്റ് നമ്മൾ ശരിയായ അച്ചീവ്മെന്റിലേക്ക് എത്താതിരിക്കാൻ നമ്മളിലുള്ള കുറച്ച് പോരായ്മകളാണ് ഞാൻ പറയുന്നത്. 15 പോരായ്മകൾ. ഒരു പക്ഷെ നിങ്ങളിൽ 15ന് 15ഉം കുറവുണ്ടായിക്കോളും നിർബന്ധമല്ല. ചില ആൾക്ക് 15നും കുറവായിരിക്കും. നമ്മളുടെ വിജയിക്കാതിരിക്കാനായിട്ടുള്ള 15 കാരണങ്ങള്, ഈ 15ൽ 15 ആളുകൾ ഉണ്ടാവാൻ സാധ്യതയില്ല. ചില ആൾക്ക് 10 ഇതിലത്തെ നിങ്ങളുടെ ഉള്ളിലുണ്ടായിരിക്കും, ചില ആൾക്ക് 8 ചില ആൾക്ക് 5 ചില ആളുകൾക്ക് ഞാൻ പറയുന്നതിൽ 2 കാര്യങ്ങൾ കുറവായിരിക്കും. അത് നിങ്ങൾ മാർക്കിടണം. ഓരോ പോയിന്റ് എഴുതുമ്പോഴും നിങ്ങൾ മാർക്കിടണം. അല്ല, ഇതിൽ എനിക്കൊന്നും കൂടി ശ്രദ്ധിക്കാനുണ്ട്, സാറ് പറഞ്ഞത് കറക്റ്റ് ആണ്, ഇത് എന്നെ കുറിച്ചാ പറഞ്ഞത് സാർ, ഞാൻ ഇതൊന്നും കൂടി ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനെ ആവാമായിരുന്നു. അപ്പൊ നമ്മളിലുള്ള ഈ ഒരു ചെറിയ പോരായ്മകൾ കണ്ടെത്തി കഴിഞ്ഞാൽ, നമുക്ക് അതിനെ നികത്താൻ സാധിച്ചു കഴിഞ്ഞാൽ, ഞാൻ പറയുന്നു 2024, 2025 മുതൽ അങ്ങോട്ടുള്ള വർഷങ്ങള് വലിയ വലിയ അച്ചീവർമാരായിട്ട് നിങ്ങൾക്ക് നിൽക്കാൻ സാധിക്കും. ഇത് ഞാൻ പറഞ്ഞ പോയിന്റ് അല്ല, ഇത് എന്റെ പോയിന്റ് അല്ല. ഗിരീഷ് അല്ല നിങ്ങളോട് സംസാരിക്കുന്നത്, ഗിരീഷിന്റെ പോയിന്റ് അല്ല സംസാരിക്കുന്നത്. CRN മൂർത്തി സാറിന്റെ സഫയറിന്റെ പോയിന്റ് അല്ല ഞാൻ സംസാരിക്കുന്നത്. നമ്മുടെ കോർ ലീഡർ സ്റ്റാർ സഫയർ
രാകേഷ് ശർമ്മ സാറിന്റെ പോയിന്റ് ആണ്. ഞാൻ കഴിഞ്ഞൊരു ക്ലാസ്സിൽ കേട്ടപ്പോൾ എനിക്ക് തോന്നി ഇതിൽ എനിക്കും കുറെ മാറ്റങ്ങൾ വരുത്താനുണ്ട്. അപ്പൊ എന്തുകൊണ്ട് ഏതെങ്കിലും ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ ഇത് അവതരിപ്പിക്കണം എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. അതാണ് ഞാൻ ഇന്ന് അവതരിപ്പിക്കാൻ പോകുന്നത്. പക്ഷേ ഇത് ഹിന്ദിയിലാണ്. എത്ര പേർക്ക് ഹിന്ദി താല്പര്യമുണ്ട്? രവീന്ദ്രൻ സാറ് ചാടി കൈപ്പൊക്കുന്നുണ്ട് കേട്ടാ. വെരി ഗുഡ്. ഇങ്ങനെ കാണിച്ചാൽ മതി. അപ്പോ ഇന്നലെ ബിജു സനിൽ മാഡം ഒരു ക്ലാസ്സിൽ 2 വരി പാടി നമ്മുടെ പ്രാൺഗീത്. കോയി ഹാത്ത് യഹാന ഫൈലെ അബ് ജൻ സ്വാലംബി ബൻ ജാവേ സബ്. ഇനി ഒരാളുടെ മുന്നിൽ നമ്മൾ കൈ നീട്ടാൻ ഇടവരരുത്. നമ്മളെല്ലാം ഒരു സെൽഫ് ഡിപ്പെൻഡന്റ് ആയിട്ട് മാറണം. നമ്മുടെ പ്രാൺഗീതിയിലുള്ള ഒരു ലൈനാണ്. അപ്പൊ ഞാൻ ആലോചിക്കുകയാണ്, പ്രാൺഗീതിന്റെ ഫസ്റ്റ് ലൈനും സെക്കൻഡ് ലൈനൊക്കെ ആളുകൾ പഠിച്ചിട്ടുണ്ട്. ഈ ബിജു സനിൽമയുടെ 3ാമത്തെ ലൈൻ എങ്ങനെയാ പഠിച്ചത്? അതിനർത്ഥം ഒട്ടും ഹിന്ദി അറിയാത്ത ബിജു സനിൽമേടം പോലും ഇന്ന് ഹിന്ദി പഠിക്കാനായിട്ട് ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. ശരിയല്ലേ? അതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. 1ാമത്തെ ലൈൻ വായിക്കും, 2ാമത്തെ ലൈൻ വായിക്കും, 3ാമത്തെ ലൈൻ മേഡം വായിച്ചു. ലാസ്റ്റ് ലൈനിൽ എന്താ പറയുന്നത്? പൂരൺ ഹോഗി സബ്കി ആശ യഹ് ആർസ്യം കി അഭിലാഷ. നിങ്ങളുടെ എല്ലാവരെയും, നിങ്ങളുടെ എന്തൊക്കെ സ്വപ്നങ്ങളുണ്ടോ ആ സ്വപ്നങ്ങളെല്ലാം ആർസിമിലൂടെ സഫലമാകും. ഇതാണ് ആർസിമിന്റെ ആഗ്രഹം. അപ്പോ ഹിന്ദി എല്ലാവരും പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ മൂർത്തി സാറും ഡോക്ടർ രാജൻ സാറായാലും നമ്മുടെ സീനിയർ ലീഡേഴ്സും ഒക്കെ പറയുന്ന കാര്യങ്ങള്, നിങ്ങൾ ഹിന്ദി പഠിക്കൂ. എന്തായാലും ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് വളരെ ഗുണം ചെയ്യും. ഞാൻ ഹിന്ദിയിലാണ് അത് പറയുന്നത്, അതിനുശേഷം ഞാൻ മലയാളത്തിലേക്ക് ട്രാൻസ്ലേഷൻ ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് ഹിന്ദി പഠിക്കാനത് നല്ലതാണ്, നമ്മളിലുള്ള ചില പോരായ്മകളെ നികത്താനും നല്ലതാണ്. ഓക്കെ, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ക്ലാസ് എടുക്കുന്നത്. പ്രസന്റേഷനും ഇല്ല കേട്ടോ. സാധാരണ ഞാൻ പ്രസന്റേഷനിലൂടെയാണ് കാണിക്കാറുള്ളത്. ഇപ്രാവശ്യം പ്രസന്റേഷനും ഇല്ല. ഓക്കെ, അപ്പൊ അതിൽ ആദ്യത്തെ പോയിന്റ് ആണ്. അപ്പൊ ഏത് പോയിന്റ് ആണ് നിങ്ങളിൽ കുറവുള്ളത് അതിൽ നിന്ന് നികത്തണം. ഈ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നമ്മളൊന്ന് ഫിൽട്ടർ ചെയ്യണം. തയ്യാറാണോ? ഫിൽട്ടർ ചെയ്യണം. അയ്യോ, ഇത് എന്നിലില്ല, ഇതിനെനിക്ക് നികത്തണം. ഇതിനെ നികത്തി മഹോത്സവത്തിന് പോകുന്നതിന് മുന്നേ ഞാൻ ഒരു പ്യൂർ വ്യക്തിയായിട്ട് വേണം അങ്ങോട്ട് പോകാൻ. അമ്പോ ഇത് എന്റെ ഉള്ളിൽ ശത്രുവായിരുന്നോ? ഇതിനെ മുന്നോട്ട് പോകണം. ഓക്കെ, അതിൽ ആദ്യത്തെ പോയിന്റ് ആണ് ബഡേ സപ്നോ കാ നാ ഹോന. വലിയ സ്വപ്നങ്ങളില്ലാത്തത്. നമുക്കറിയാം, ആർസിമിൽ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ, ഈ മീറ്റിങ്ങിന് വരാൻ പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിന് പോകാൻ പറയുമ്പോൾ, പ്രൊഡക്റ്റ് സെയിൽ ചെയ്യാൻ പറയുമ്പോൾ, ഷോ ദ പ്ലാൻ ഷോ ചെയ്യാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു പെയിൻ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അതിനർത്ഥം വലിയ സ്വപ്നങ്ങളില്ലാത്തതാണ്. വലിയ സ്വപ്നങ്ങളുണ്ടെങ്കിൽ ഒരു കാരണവശാലും നമുക്ക് ഒരു പെയിനും അനുഭവപ്പെടില്ല. വലിയ ഡ്രീംസ് ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഒരു വേദന അനുഭവപ്പെടില്ല, നമുക്കൊന്നിനും മടി ഉണ്ടാവില്ല. സത്യം പറഞ്ഞാല് ഇന്ന് നിങ്ങൾക്കറിയാം, ഓൾ കേരള എമറാൾഡ് ആൻഡ് അബോ ലീഡേഴ്സ് മീറ്റിംഗ് ആണ് ചാലക്കുടിയിൽ. ഓൾ കേരള എമറാൾഡ് ആൻഡ് അബോ ലീഡേഴ്സ്. ഒരു പുതിയ AC ഹാള്, ഒരു 10-15 JCBയും സിമെന്റിന്റെ ബിസിനസ്സും സൂപ്പർ മാർക്കറ്റും ഒക്കെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി അതെല്ലാം പതുക്കെ പതുക്കെ നിർത്തി RCM സൂപ്പർ മാർക്കറ്റിലേക്ക് മാറ്റി. ആ സൂപ്പർ മാർക്കറ്റിന്റെ മേലെയുള്ള നില ഒരു AC ഓഡിറ്റോറിയം ആക്കി മാറ്റി. അദ്ദേഹം എത്ര ഒരു ട്രാൻസ്ഫോർമേഷനാണ് വന്നത് RCMൽ വന്നതിന് ശേഷം. എത്ര ഇൻകം ഉണ്ടായിരുന്നത് നിർത്തിയ ആള് ഫുൾ RCMലേക്ക് വന്ന് RCMന്റെ ടെക്നിക്കൽ അച്ചീവർ ആയിട്ട് മാറിയ അനിൽ സാർ ഒരു ബിസിനസ്മാൻ ആണ്. അദ്ദേഹം പറഞ്ഞ RCMലേക്ക് വരുമ്പോഴേ എനിക്ക് 2 ലക്ഷത്തോളം വരുമാനം ഉണ്ടായിരുന്നു പ്രതിമാസം. ഇന്ന് RCMൽ ടെക്നിക്കൽ അച്ചീവർ ആണ്. ആ ഹാളിന്റെ ഇന്ന് ഉദ്ഘാടനമാണ്. കുറച്ച് റിമോട്ട് ഏരിയ ആണെങ്കിൽ പോലും നമ്മുടെ കേരളത്തിലുള്ള എല്ലാ എമറാൾഡ് ലീഡേഴ്സും അവിടെ ഇന്ന് ഒന്നിക്കും. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പുതിയ ഇൻഫോർമേഷനുകൾ നാളെ കിട്ടും. അവിടെ നടക്കാൻ പോകുന്ന ചർച്ചയുടെ റിസൾട്ട് നാളെ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് ഈ ഒരു പ്രോഗ്രാം വേണോ വേണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു. എപ്പോഴാണ് നിങ്ങൾക്ക് മെസ്സേജ് കിട്ടിയത്? രാത്രി 1:30 ശേഷമായിരിക്കും. ഈ വെളുപ്പിന് 1:30 ശേഷമായിരിക്കും. ഇതിന്റെ മെസ്സേജ് വിട്ടത് 1:10 ഈ വെളുപ്പിന് 1:10 ഈ പ്രോഗ്രാമിന്റെ മെസ്സേജ് ഞാനാണ് ക്ലാസ് എടുക്കുന്നു പറഞ്ഞ് വിട്ടത്. മൂർത്തി സാർ വീട്ടിലെത്തിയപ്പോ 1 മണി കഴിഞ്ഞ് 30 മിനിറ്റായി ഈ വെളുപ്പിന്. അതിനുശേഷമാണ് ബാബു സാർ ഹോസ്റ്റ് ആവുന്നതും ഞാൻ ഇതിലേക്ക് സംസാരിക്കുന്ന ഒരു തീരുമാനം.
അപ്പൊ എത്ര സമയത്തിനുള്ളിൽ നമ്മൾ ചെയ്യുന്നു? കാരണം എന്താണ്? ആർസിഎമ്മിന്റെ വിഷൻ എന്താണെന്ന് മനസ്സിലായി. വലിയ സ്വപ്നങ്ങള്. എന്റെ ഏറ്റവും വലിയൊരു സ്വപ്നം എന്ന് പറയുന്നത് 2028 ആവുമ്പോഴേക്കും, 2028 ഡിസംബർ 31 എന്റെ ഡ്രീം ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. മിനിമം 1000 പേർക്ക് 50,000-ത്തിലധികം പാസീവ് ഇൻകം വാങ്ങിച്ചു കൊടുക്കണം. ഇത് എന്റെ വലിയൊരു സ്വപ്നമാണ്. എന്താണ്? മിനിമം 1000 പേർക്ക് 50,000-ത്തിലധികം പാസീവ് ഇൻകം വാങ്ങിക്കൊടുക്കണം എന്ന് പറഞ്ഞ 1000 പേർക്ക് തൊഴിൽ കൊടുക്കണം. ഇതെന്റെ വലിയൊരു ഡ്രീമാണ്. പിന്നെ എനിക്ക് റെസ്റ്റ് ചെയ്യാൻ പറ്റോ? എനിക്ക് ക്ഷീണം ഉണ്ടായിരിക്കോ? എനിക്ക് തളർച്ച ഉണ്ടായിരിക്കോ? നോ, എനിക്കതുണ്ടായിരിക്കില്ല. മൂർത്തി സാറിനുണ്ടായിരിക്കും. എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് വലിയ ഡ്രീം ഉണ്ടായിരിക്കണം. ആ ഡ്രീം കുറഞ്ഞതാണ്. ഇങ്ങനെയൊക്കെ മതി, എനിക്ക് 5000 കിട്ടിയാൽ മതി, 10000 കിട്ടിയാൽ മതി. നമുക്ക് ഒരിക്കലും ആർസിഎമ്മില് കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കില്ല. കഴിഞ്ഞ ദിവസം എന്റെ ഡ്രീമില് ഞാൻ ഒരു പൊൻതൂവൽ കൂടി എഴുതി. ഇപ്പൊ ഞാൻ ഈ ക്ലാസ് എടുക്കുന്നത് രാകേഷ് ശർമ്മ സാറിന്റെ വാക്കുകളാണ്. അദ്ദേഹം ഒരു വീഡിയോ ഇട്ടു. ആ വീഡിയോ നമ്മുടെ മഹാനായ ഡയമണ്ട് സുരേന്ദ്ര ഭട്ട് സാറിന്റെ ഒരു പുതിയൊരു ഫാം ഹൗസിന്റെ വീഡിയോ ആണ്. 2 ഏക്കർ സ്ഥലത്ത് സുരേന്ദ്ര ഭട്ട് സാറ് ഹരിയാനയില് ടൗണില് 2 ഏക്കർ സ്ഥലത്ത് വലിയൊരു ഫാം ഹൗസ്, അതിന്റെ നടുക്കൊരു സ്വിമ്മിംഗ് പൂള്. ആ സ്വിമ്മിംഗ് പൂളിന്റെ സൈഡില് ഒരു താമസിക്കാനായിട്ടുള്ള നല്ലൊരു ഗസ്റ്റ് ഹൗസ്. അവിടെ സുരേന്ദ്ര ഭട്ട് സാറും ഫാമിലിയും രാകേഷ് ശർമ്മ സാറും ഫാമിലിയും എൻജോയ് ചെയ്യുന്ന ഒരു ഫോട്ടോ ഈ കഴിഞ്ഞ ആഴ്ചയിൽ രാകേഷ് ശർമ്മ സാറ് വിട്ടു. അന്ന് തന്നെ ഞാനൊരു പുതിയ ഡ്രീം എഴുതി. 2030 ഗിരീഷ് എന്ന ഞാൻ ഒരു ഫാം ഹൗസ് ഉണ്ടായിരിക്കും. ഇതേപോലെ എന്റെ ഗ്രേറ്റ് ലീഡേഴ്സിന്റെ കൂടെ, എന്റെ ഫാമിലിയുടെ കൂടെ, സുരേന്ദ്ര സാറിന്റെ കൂടെ രാകേഷ് ശർമ്മ സാറിന്റെ ഫാമിലി വന്നതുപോലെ എന്റെ ഗ്രേറ്റ് ലീഡേഴ്സിന്റെ കൂടെ, എന്റെ ഫാമിലിയുടെ കൂടെ ആ ഫാം ഹൗസിൽ ഞാനും സമയം ചെലവഴിക്കും. വലിയ ഡ്രീമാണ്, ശരിയല്ലേ? അപ്പൊ 2 കാര്യങ്ങളാണ് അവിടെ വരുന്നത്. വലിയ ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്യണമെന്നുള്ള ഡ്രീമാണ്. അതേപോലെ തന്നെ എനിക്കും സക്സസ് ആവണം, മറ്റുള്ളവർ സക്സസ് ആകണം, എനിക്കും സക്സസ് ആവണം. അങ്ങനെ എത്ര പേർക്ക് വലിയ ഡ്രീമുകളുണ്ട്? അപ്പൊ നിങ്ങൾക്ക് വലിയ ഡ്രീം ഇല്ലാത്തത് ഒരു ശരിയായിട്ട് വിജയിക്കാൻ പറ്റാത്തതിന്റെ ഒരു കാരണമാണ്. നിങ്ങളുടെ ഡ്രീമുകൾ നിങ്ങൾ എഴുതി വെക്കണം. എത്ര പേര് എഴുതി വെച്ചിട്ടുണ്ട്? ഇപ്പോ മൂർത്തി സാറ് മെസ്സേജിൽ വിട്ടു, സ്വപ്നങ്ങളുടെ രാജകുമാരൻ. യെസ്, എനിക്ക് നല്ല സ്വപ്നങ്ങളാണ്. ഈ സ്വപ്നങ്ങളാണ് ഒരു സാധാരണക്കാരിൽ നിന്നും ഇതിലേക്ക് എന്നെ എത്തിച്ചത്, ഇന്നൊരു റൈസിംഗ് കോർഡിനേറ്ററിലേക്ക് എന്നെ എത്തിച്ചത്. കാരണം 10 മക്കളുള്ള ഒരു കുടുംബത്തില്, അതിലും 8 പെണ്ണും 8 സിസ്റ്റേഴ്സും, ഏറ്റവും ഇളയ മകനും ഞാൻ, 10 മക്കളില് ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിലിരുന്ന ഞാൻ, എന്റെ കൂട്ടുകാരന്മാര് പറഞ്ഞത് ഒരു കാരണവശാലും ഗിരീഷ് രക്ഷപ്പെടില്ല. ഇപ്പൊ ഞാൻ ഈ കാറിലൊക്കെ നടക്കുമ്പോ 2 ആൺമക്കളുള്ള കുടുംബത്തിൽ എന്റെ ഒരു കൂട്ടുകാരുണ്ട്. അവൻ പറഞ്ഞു, എടാ ഗിരീഷ, നീ എങ്ങനെ രക്ഷപ്പെട്ടടാ? നീ എങ്ങനെ രക്ഷപ്പെട്ടെ? 8 പെങ്ങന്മാരുള്ള ഒരു കുടുംബത്തെ ഒരിക്കലും നീ ഒന്നും തല പൊക്കില്ല എന്നാണ് ഞങ്ങൾ വിചാരിച്ചിരുന്നത്. അവനിന്ന് കൂലിപ്പണിയാ. 2 ആൺമക്കളുള്ള ഒരു കുടുംബത്തിൽ എന്റെ കൂട്ടുകാരൻ. ഞാൻ അവനോട് പറഞ്ഞു, എടാ, ഏത് ദരിദ്രനും ദൈവം ഒരു പിടിവള്ളി അവിടെയെങ്കിലും വിട്ടുണ്ടാവും. ഞാൻ എന്ന വ്യക്തിക്ക്, ഞാൻ എന്ന ദരിദ്രന് ദൈവം വിട്ട പിടിവള്ളിയാണ് ആർസിഎം. അത് കിട്ടി. ഞാൻ അതിനെ മുറുകെ പിടിച്ചു. എത്ര പ്രതിസന്ധി ഉണ്ടെങ്കിലും മുറുകെ പിടിച്ചു. വിടാനായിട്ട് പല സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ വിട്ടില്ല. വിട്ടുകൊടുക്കോ? ഇല്ല. കാരണം നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന ലാസ്റ്റ് ബസ്സാണ് ആർസിഎം. ഇതിലൂടെ എന്റെ സ്വപ്നങ്ങൾ പൂവണിക്കാൻ സാധിക്കുമെന്ന് എനിക്ക് മനസ്സിലായി. എന്റെ സ്വപ്നങ്ങൾ മാത്രമല്ല, എന്നോട് ചേർന്ന് വരുന്ന ഓരോ വ്യക്തികളുടെയും സ്വപ്നങ്ങളെ പൂവണിക്കാൻ സാധിക്കും. പക്ഷെ വരുന്ന വ്യക്തികളിലും ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കൊണ്ടുവരാൻ സാധിക്കണം. ഇത് ഒഴിവാക്കണം. ഓക്കെ? അപ്പൊ ആദ്യത്തെ പോയിന്റാണ് ബഡേ സ്വപ്നവും കന്നാഹോന, വലിയ സ്വപ്നങ്ങൾ ഇല്ലാത്തത്. അപ്പൊ നിങ്ങൾ എഴുതി വെക്കണം, എനിക്ക് വലിയ സ്വപ്നങ്ങളുണ്ടോ? ഇല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കണം. അല്ലെങ്കിൽ നിങ്ങളുടെ ടീമിന് പോലും പരാജയമായിരിക്കും. നിങ്ങൾക്ക് വലിയ സ്വപ്നങ്ങളില്ലെങ്കിൽ നിങ്ങളുടെ ടീമിന്റെ അവസ്ഥ എന്താണ്? ചില ലീഡർമാർ പറയും, എനിക്ക് ഇങ്ങനെയൊക്കെ പോയാൽ മതി. ദൈവമേ, അവരുടെ ടീമിന്റെ അവസ്ഥ എന്താണ്? ട്രെയിന് മുന്നിലെ തല വെച്ചിരിക്കുന്നത്, ശരിയല്ലേ?
നല്ല വിജയിക്കാൻ ആഗ്രഹിക്കുന്ന ലീഡർമാരെ കൂടെ നിങ്ങൾക്ക് വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ലീഡർ സ്റ്റേജിൽ കയറി വിജയിക്കണമെന്ന് പറയുമ്പോൾ അത് ഓരോ വ്യക്തികൾക്ക് സന്തോഷമാണ്. ഇപ്പൊ ഞാൻ വിജയിക്കണമെന്ന് പറയുമ്പോൾ എന്റെ ടീം അംഗങ്ങൾ ഇവിടെ ഇരുന്ന് സന്തോഷിക്കുന്നുണ്ടാവും. എന്ന കാരണം ഗിരീഷ് സാറ് വിജയിക്കുമെങ്കിൽ ഞങ്ങളും വിജയിക്കും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് വലിയ സ്വപ്നങ്ങളില്ലെങ്കിൽ നിങ്ങൾ ആ വലിയ സ്വപ്നങ്ങൾ ഉണ്ടാക്കിയെടുക്കൂ. രണ്ടാമത്തെ പോയിന്റ് ആണ് അപ്പന 100% നാ ലഗാൻ. അത് ഹിന്ദിയിൽ നിങ്ങൾ അറിയാവുന്ന ഭാഷയിൽ എഴുതിക്കോ, ഞാൻ പറയുന്നത് നിങ്ങൾ മലയാളത്തിൽ എഴുതിക്കോളൂ. അപ്പന 100% നാ ലഗാൻ. നമ്മൾ 100% എഫേർട്ട് ഇടാത്തത്, നമ്മൾ 100% പരിശ്രമിക്കാത്തത്, നമ്മുടെ കഴിവിന്റെ 1% പോലും ആർസിമിൽ പരിശ്രമിക്കാതെ വലിയ റിസൾട്ട് പ്രതീക്ഷിച്ചിരിക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. ഞാൻ പറയുന്നത്, ഒരു ഫ്ലൈറ്റ് എത്ര കിടന്ന് റൺവേയിൽ കറങ്ങിയാലും അതിന്റെ ഫുൾ എഫേർട്ട് ഇട്ടാലാണ് അത് മേലേക്ക് വരുള്ളൂ. ശരിയാണോ? ഒരു ഫ്ലൈറ്റ് റൺവേയിൽ കിടന്ന് ഒരേ സ്പീഡിൽ എത്ര കറങ്ങിയാലും ആ റൺവേയിൽ തന്നെ ഉണ്ടായിരിക്കുള്ളൂ. പക്ഷെ അതിന്റെ മാക്സിമം സ്പീഡ് കൊണ്ടുവരുമ്പോഴാണ് അത് റൺവേ വിട്ട് വായുവിലേക്ക് വരുന്നത്. ഇവിടെ പല ലീഡേഴ്സും പല വ്യക്തികളും ആർസിമിലേക്ക് കടന്നു വന്ന് കഴിവുണ്ടായിട്ടും ആ കഴിവിനെ യൂട്ടിലൈസ് ചെയ്യാതെ ഇങ്ങനെ ഒരേ ഋതത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, നിങ്ങൾ 10 വർഷം കഴിഞ്ഞാലും അവിടെ തന്നെ ഉണ്ടാവും. എന്താ കാരണം? നിങ്ങളുടെ മാക്സിമം എഫേർട്ട് അവിടെ ഇടുന്നില്ല. എന്തുകൊണ്ട് ഗിരീഷ് ചാലക്കുടി ഷോർട്ട് ടൈമിൽ വലിയ അച്ചീവ്മെന്റിലേക്ക് വന്നു? ഗിരീഷ് ചാലക്കുടിക്ക് വിജയിക്കണമായിരുന്നു. ഫുൾ എഫേർട്ട് ഇട്ടു. ഞാൻ ബുദ്ധിമുട്ട് നോക്കിയിട്ടില്ല, ഞാൻ പ്രശ്നങ്ങളെ നോക്കിയിട്ടില്ല, ഞാൻ എന്റെ ഫുൾ എഫേർട്ട് ഇട്ടു. നമുക്കറിയാം, വെള്ളം 50 ഡിഗ്രി ചൂടായാലും 80 ഡിഗ്രി ചൂടായാലും 99 ഡിഗ്രി ചൂടായാലും നിങ്ങളുടെ കൈ പൊള്ളും. പക്ഷെ തിളയ്ക്കണമെങ്കിൽ 100 ഡിഗ്രി ചൂടാവണം. ഹലോ, വെള്ളം 100 ഡിഗ്രി സെൽഷ്യസ് ആയാലും മാത്രമേ അത് തിളക്കത്തുള്ളൂ സുഹൃത്തുക്കളെ. അപ്പൊ നമ്മൾ എത്ര ആർസിമിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫുൾ എഫേർട്ട് ഇടാൻ സാധിക്കണം. അപ്പൊ ആലോചിച്ച് നോക്ക, ഇവിടെ ഇരിക്കുന്ന ഓരോ ലീഡേഴ്സും ആലോചിച്ച് നോക്ക, നിങ്ങളുടെ ഫുൾ എഫേർട്ട് നിങ്ങൾ ആർസിമിൽ ഇടുന്നുണ്ടോ? മൂന്നാമത്തെ പോയിന്റ് വളരെ രസകരമായ ഒരു പോയിന്റ് ആണ്. പ്രോസസ് നഹി ബൽക്കി പരിണാം സെ മൊഹബത്ത് കർണ. പ്രവർത്തനത്തിൽ സന്തോഷം ഉണ്ടാകുന്നതിന് പകരം റിസൾട്ടിനെ സ്നേഹിക്കുന്നു. വളരെ രസകരമായ ഒരു കാര്യം അല്ലെ? പ്രവർത്തനത്തിന് സന്തോഷം ഉണ്ടാകുന്നതിന് പകരം റിസൾട്ടിനെ സ്നേഹിക്കുന്നു. ആളുകൾക്ക് എന്താ ഇഷ്ടം? 10 ലക്ഷം വരുമാനം വേണം. ആ 10 ലക്ഷം വരുമാനത്തിലേക്ക് എത്താനായിട്ട് എന്താ ചെയ്യേണ്ടത്? ഷോ ദ പ്ലാൻ, ഷോ ദ പ്ലാൻ, ഷോ ദ പ്ലാൻ ആൻഡ് പ്രൊഡക്റ്റ്. ഹോം മീറ്റിംഗ്, വണ്ടർ വേൾഡ് ക്വിക്ക് മീറ്റിംഗ്, അറ്റൻഡ് ദ മീറ്റിംഗ്, ഷോ ദ പ്ലാൻ, ഷോ ദ പ്ലാൻ ആൻഡ് പ്രൊഡക്റ്റ്. ഇതിനെയാണ് നമ്മൾ സ്നേഹിക്കേണ്ടത്. പക്ഷെ ആളുകൾക്ക് എന്താ ഇഷ്ടം? 5 ലക്ഷം വരുമാനം വേണം, മൂർത്തി സാറിനെ പോലെ ആവണം, ഗിരീഷ് സാറിനെ പോലെ ആവണം. അതുകൊണ്ട് കാര്യമില്ല. പ്രവർത്തനത്തിൽ നമ്മൾ സന്തോഷിക്കുക, പ്രവർത്തിക്കാനായിട്ട് ഇറങ്ങുക. പ്രവർത്തനം ഉണ്ടെങ്കിൽ, ഷോ ദ പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഓട്ടോമാറ്റിക് ആയിട്ട് വിജയിക്കും. പൈസ തന്നെ വന്നോളും, നിങ്ങളുടെ ലെവല് വരും. എന്ത് ചെയ്യണം? നമ്മൾ പ്രവർത്തന മേഖലയിലേക്ക് ഇറങ്ങുക. നമ്മുടെ വീട് വിട്ട് ഫീൽഡിലേക്ക് ഇറങ്ങുക, ജനങ്ങളിലേക്ക് ഇറങ്ങുക, പ്ലാൻ ഷോ ചെയ്യുക, പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തുക. പ്രൊഡക്റ്റ് സെയിൽ ചെയ്യാൻ ഒരിക്കലും ഞാൻ പറയില്ല. പല ആളുകളും പ്രൊഡക്റ്റ് കൊടുക്കുന്നതിന്റെ പ്രൊഡക്റ്റ് സെയിൽ എന്ന് പറയണേ. സെയിൽസ്മാന്റെ പണിയല്ല നമ്മുടേത്. സുജിസ്ഥാന് പറയാറില്ലേ, ഒരു സോപ്പ് കാണുമ്പോൾ സാധാരണക്കാർക്ക് അത് സോപ്പായിട്ട് തോന്നുള്ളൂ, പക്ഷെ വിഷനുള്ള ആളുകൾക്ക് അതൊരു ഹോപ്പായിട്ട് തോന്നും. നമ്മൾ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുമ്പോൾ വി ആർ സെയിലിംഗ് നോട്ട് എ പ്രൊഡക്റ്റ്, വി ആർ സെയിലിംഗ് ദ ഓപ്പർച്യൂണിറ്റി. നമ്മളൊരു അവസരമാണ് സെയിൽ ചെയ്യുന്നത് എന്ന് നമ്മൾക്ക് ബോധ്യം ഉണ്ടാവും. കാണുന്നത് ഒരാൾക്ക് ഇത് സോപ്പും ഉപ്പും ഒക്കെ ആയിരിക്കും, പക്ഷെ നമുക്ക് ബോധ്യം ഉണ്ടാവണം, ഞാൻ സെയിൽ ചെയ്യുന്നത് എന്റെ ഭാവി തലമുറയെ സംരക്ഷിക്കാനായിട്ടുള്ള ഒരു അവസരത്തെയാണ്. ഡെയിലി ഒരു 5 വർഷം കഴിയുമ്പോഴും തലയിൽ പ്രൊഡക്റ്റ് കൊണ്ട് നടക്കലല്ല എന്റെ ജോലി. പല ആളുകളും ധരിച്ചിരിക്കുന്നതാണ് ആർസിഎം എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുന്ന ബിസിനസ് ആണ്. നോ, തെറ്റിദ്ധാരണയാണ്. താൽക്കാലികമായിട്ട് നമ്മൾ ജനങ്ങളിലേക്ക് ഈ ഉൽപ്പന്നങ്ങൾ എത്തിക്കണം. എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്? നമ്മളും ആരെങ്കിലും പ്രൊഡക്റ്റ് തന്നപ്പോഴല്ലേ സുഹൃത്തുക്കളെയും ആർസിഎമ്മിനെ മനസ്സിലാക്കിയത്. അതേപോലെ നമ്മളും ആളുകൾക്ക് പ്രൊഡക്റ്റ് കൊടുക്കുമ്പോഴല്ലേ അവർ ആർസിഎമ്മിന്റെ നന്മ മനസ്സിലാക്കുള്ളൂ.
ആ ആളുകളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രൊഡക്റ്റ് കൊടുക്കുന്നത്. അല്ലാതെ നിങ്ങൾ പ്രൊഡക്റ്റ് സെയിൽ ചെയ്ത് കോടീശ്വരനാവാൻ വേണ്ടിയിട്ടല്ല, ഒരിക്കലും ആവത്തില്ല. അത് താൽക്കാലികമായ ഒരു പ്രോസസ്സിംഗ് ആണ്, മാക്സിമം ഒരു ടെക്നിക്കൽ ആവുന്നവരെ. അതിനുശേഷം നിങ്ങൾക്ക് എവിടെയാ പിന്നെ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യേണ്ടത്? ഇപ്പൊ ഞാൻ പ്രൊഡക്റ്റും ചോദിച്ചിട്ടാണ് പോകുന്നത്. അപ്പൊ ഈ പ്രൊഡക്റ്റ് സെയിൽ ചെയ്ത് നടക്കുന്നുള്ള ഒരു മെന്റാലിറ്റി നമ്മൾ കളഞ്ഞ് പ്രൊഡക്റ്റ് സെയിൽ ചെയ്യലല്ല RCM എന്നും ഷോ ദ പ്ലാൻ, ആളുകളിലേക്ക് ഈ നന്മ എത്തിക്കലാണ് നമ്മുടെ കർത്തവ്യം എന്നും മനസ്സിലാക്കി മുന്നോട്ട് പോകണം. എന്റെ വീട്ടിലേക്ക് മല്ലി, മുളക്, മഞ്ഞൾ, ഉപ്പ്, സോപ്പ്, ആട്ട, ഓയില്, ഡ്രസ് മെറ്റീരിയൽസ്, ചവിട്ടി, ന്യൂട്രീഷൻ സപ്ലിമെന്റ്, ജൈവവളം, പെയിന്റ്, ഇങ്ങനെ നിത്യമായിട്ട് ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങി ഉപയോഗിച്ചാലും വരുന്ന 4-5 വർഷം കഴിയുമ്പോൾ എന്റെ അക്കൗണ്ടിലേക്ക് 10 ലക്ഷവും 15 ലക്ഷവും വരുന്ന സിസ്റ്റമാണ് RCM. എങ്ങനെ? നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിച്ചാലും നമ്മുടെ അക്കൗണ്ടിലേക്ക് 10 ലക്ഷം, 15 ലക്ഷം, 25 ലക്ഷം. ഞാൻ ഇന്നും സ്റ്റാർ എമറാൾഡ് അച്ചീവർ ആണ്. ഞാൻ എത്രയാണ്? ഞാൻ മാക്സിമം ഒരു 10,000 പർച്ചേസ് വോളിയം ചെയ്യും. അതിനപ്പുറത്തേക്ക് ചെയ്യത്തില്ല, അതിനപ്പുറത്തേക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ ഞാൻ തുടക്കത്തിൽ നന്നായിട്ട് സെയിൽ ചെയ്തിരുന്നു. കാരണം എന്താണ്? എനിക്ക് കൂടുതൽ വിജയിക്കണം, കൂടുതൽ ജനങ്ങൾ ഇത് അറിയണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ സെയിലിന് പോയത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? പ്രവർത്തനത്തിൽ വിശ്വസിക്കുക, പ്രവർത്തനത്തിൽ സന്തോഷം കണ്ടെത്താം, വരുമാനത്തിലല്ല. വരുമാനം വന്നോളും. വരുമാനം വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ കൊണ്ട് പോലും നടക്കാൻ പറ്റത്തില്ല. അതാണ് RCMന്റെ വരുമാനം എന്ന് പറയുന്നത്. അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് ലഗാത്താർ റോജാന കാം നാ കർണ. എന്താണ്? നിരന്തരമായി ദിവസേന പരിശ്രമിക്കാത്തത്. ഇവിടെ ഇരിക്കുന്ന പല ആളുകളും ഇപ്പൊ നെറ്റി ചോദിക്കുന്നത്, അയ്യോ ഞാനും പ്രവർത്തിക്കാറില്ല. ഒരു 7,000 രൂപയുടെ ജോലിക്ക് വേണ്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡെയിലി ഓടും, ശരിയല്ലേ? RCMല് ഡയമണ്ടും സ്റ്റാർ ഡയമണ്ടും വരെ ആവാനുള്ള ഓപ്പർച്യൂണിറ്റി ഇപ്പൊ നമ്മുടെ കയ്യിലുണ്ട്. പക്ഷെ നമ്മൾ അതിനനുസരിച്ചുള്ള പ്രവർത്തനമുണ്ടോ? ആഴ്ചയിലും ഓണത്തിനും സംക്രാന്തിക്കും വിഷുവിനാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്, ശരിയല്ലേ? മഴ വന്നാൽ മഴ മാറട്ടെ, വെയില് മാറട്ടെ, കല്യാണം, വിഷു, ഓണം, ഈസ്റ്റർ ഇതൊക്കെ കഴിഞ്ഞിട്ട് സജീവ് സാർ പറഞ്ഞ പോലെ സീസൺ ബിസിനസ് ആണ് പല ആളുകൾക്ക് RCM. നമ്മൾ പറയാറില്ലേ സീസൺ ബിസിനസ് എന്തൊക്കെയാണ്? ഒന്ന്, ബലൂൺ കച്ചവടം, ഉത്സവ സീസണിലുള്ള കച്ചവടമാണ്. 2, പൊരിക്കച്ചവടം, അമ്പ് പെരുന്നാളിലൊക്കെ പൊരിക്കച്ചവടം, അല്ലെ? കരിമ്പിൻ ജ്യൂസ്, ഭയങ്കര മഴ വന്ന കരിമ്പിൻ ജ്യൂസിന്റെ ബിസിനസ് ഉണ്ടാവോ? ഇല്ല. അതൊക്കെ സീസൺ ബിസിനസ് ആണ്. പല ആളുകൾക്കും RCM സീസൺ ബിസിനസ്സാ. സുഹൃത്തുക്കളെ, RCM ഒരു സീസൺ ബിസിനസ് അല്ല. RCM നിങ്ങൾക്ക് ദുഃഖം വന്നാലും സന്തോഷം വന്നാലും ജോലി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ ജോലി ചെയ്യുന്ന ജോലിയുടെ കൂടെ ആയാലും നിരന്തരമായിട്ട് നമ്മൾ ചെയ്യുക. ഇവിടെ എന്താ ചെയ്യേണ്ടത്? കാണുന്ന ആളുകളോട് RCM പറയാ, ഡെയിലി RCMന്റെ പ്രൊഡക്റ്റ് ഉപയോഗിക്കുക, RCMന്റെ ഷോപ്പിലൊന്ന് പോവുക, ശരിയല്ലേ? നിരന്തരമായിട്ട് നമ്മൾ ചെയ്യണം. നിങ്ങൾ ആത്മാർത്ഥമായിട്ടൊന്ന് ആലോചിച്ച് നോക്കൂ, ഞാൻ നിരന്തരമായിട്ട് RCM ചെയ്യുന്നുണ്ടോ? അവനവനോട് ചോദിക്കുക ആത്മാർത്ഥമായിട്ട്. അപ്പൊ നമ്മളുടെ ശരിയായ വിജയം വരാത്തതിന്റെ കാരണക്കാരും നമ്മൾ തന്നെയാണ്, ശരിയല്ലേ? അപ്പൊ ഇത് നിങ്ങൾ ആത്മാർത്ഥമായിട്ടൊന്ന് നോട്ട് ചെയ്യാം. ഞാൻ എന്താ ചെയ്യുന്നത്? ഇത് നിങ്ങളോട് ഒരു ചോദ്യമാണ് ഞാൻ പറയുന്നത്. ഇത് നിങ്ങൾ മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ സക്സസിലേക്ക് പോകും. നമ്മളൊന്ന് തിരിച്ചറിയാം. അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാല് ദർദ് നാലേന. ദർദ് നാലേന എന്ന് പറഞ്ഞാല് വേദന സഹിക്കാൻ തയ്യാറാവാണ്. ഹലോ, വേദന സഹിക്കാൻ. നമ്മൾ ഇറങ്ങും ചൂട്, അയ്യോ വേദന, അല്ലെ? തണുപ്പ്. ഞാൻ പറയട്ടെ സുഹൃത്തുക്കളെ, ദരിദ്രനായിട്ട് ജീവിച്ചാലും വേദനിക്കണം, സമ്പന്നനായാലും വേദനയുണ്ട്, സന്തോഷത്തിന്റെ വേദന, ശരിയല്ലേ? അപ്പൊ നിങ്ങൾ ആലോചിച്ചു നോക്കുക, ദരിദ്രനായിട്ട് ജീവിതകാലം മുഴുവനും നിങ്ങൾ വേദനിക്കണോ? ഒരു 4-5 വർഷത്തെ പരിശ്രമത്തിന് ശേഷം സന്തോഷത്തിന്റെ വേദന അനുഭവിക്കണോ? എന്താണ് വേണ്ടത്? RCMൽ എന്താണ്? ആ ഉള്ള ദാരിദ്ര്യത്തിന്റെ കൂടെ എഫേർട്ട് ഇട്ട് ഒരു അച്ചീവ്മെന്റിലേക്ക് വരാം. ഒരു എമറാൾഡിന് മേലേക്ക് വരുമ്പോഴേക്കും നിങ്ങളുടെ സാമ്പത്തികപരമായ പ്രശ്നങ്ങളൊക്കെ മാറും. അതുവരേക്കും ഞാൻ പറയുന്നില്ല ആ നിങ്ങളുടെ സാമ്പത്തികമായ പ്രശ്നങ്ങൾ മാറും എന്ന് പറയുന്നില്ല, കുറഞ്ഞു വരും. നമ്മുടെ ഓരോ ലെവലിൽ കയറുമ്പോഴും നമ്മുടെ ബുദ്ധിമുട്ടുകൾ കുറഞ്ഞു വരും. ഒരു ടെക്നിക്കലാവുമ്പോഴേക്കും പൈസ മുന്നിലും നിങ്ങൾ പിന്നിലാവും. തുടക്കത്തിൽ എന്താണ്? പൈസ നമ്മുടെ കുറെ ഫ്രണ്ടിലായിരിക്കും, നമ്മൾ കുറെ ബാക്കിലാ. പൈസക്ക് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുക. പതുക്കെ നിങ്ങൾ അടുത്തടുത്ത ലെവല് കയറി വരുമ്പോ
നിങ്ങളുടെ അടുത്തേക്ക് പൈസ വരും. അപ്പൊ അടുത്ത ലെവലുകൾ കയറാനായിട്ട് നമ്മൾ നോക്കണം. ബിഗിനർ ആണെങ്കിൽ സ്റ്റാർട്ടർ ആണെങ്കിൽ ഓപ്പണർ, ഇനി ചാടിക്കയറാൻ കഴിവുണ്ടെങ്കിൽ അങ്ങനെ ഇങ്ങനെ. റോയൽറ്റി ആണെങ്കിൽ ടെക്നിക്കലിലേക്ക് വരാൻ ശ്രമിക്കണം, ടെക്നിക്കൽ ആണെങ്കിൽ അടുത്ത സ്റ്റെപ്പിലേക്ക് സീനിയർ ലെവലിലേക്ക് വരാൻ ശ്രമിക്കണം. അങ്ങനെ ഓരോ സ്റ്റെപ്പ് കയറാനായിട്ട് ശ്രമിക്കണം. അവിടെ പെയിൻ ഉണ്ട്, സ്റ്റെപ്പ് കയറുമ്പോൾ വേദനയില്ലേ? മുട്ടുവേദനയുള്ള ആളുകളോട് ഒരു 2 നില ബിൽഡിങ്ങിന്റെ മേലേക്ക് കയറാൻ പറയും, ഭയങ്കര പെയിനാ. ഇതേപോലെയാണ് പല ആളുകൾക്കും RCBയിൽ കയറാനായിട്ട്. ശരിയല്ലേ? ഞാനൊന്ന് പറയട്ടെ, മുട്ടുവേദനയുള്ള ഒരാൾക്കും എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിന് വീടിന്റെ മേലേക്ക്, ഉദാഹരണത്തിന് മുട്ടുവേദനയുള്ള ഒരു അമ്മയാണ്, ആ അമ്മയുടെ കുട്ടി 2 നില ബിൽഡിങ്ങിന്റെ മേലെ നിൽക്കുകയാണ്, ഒന്ന് സ്ലിപ്പായിട്ട് വീണു. ഈ അമ്മ ചാടി കയറുമല്ലോ, പിന്നെ അവിടെ വേദന എവിടെ നിന്നുണ്ടാവുക? ശരിയാണ് ഞാൻ പറഞ്ഞത്? അപ്പൊ നമ്മൾ നോക്കേണ്ടത്, ഒന്ന് ചാടി കയറി കഴിഞ്ഞാൽ ആ വേദന എന്തുകൊണ്ടാണ്? നമുക്ക് വലിയ സ്വപ്നങ്ങളോ വലിയ വിഷനോ വലിയ കാഴ്ചപ്പാടോ ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പൊ എനിക്കിവിടെ പറയാനുള്ളത്, നമ്മൾ വേദന സഹിക്കാൻ തയ്യാറാണ്. വേദനിച്ചുണ്ടാവുന്ന സക്സസ് ആണ്. ഇന്നലെ ഹേമന്ത് സാറ് പറഞ്ഞു, വേദന കൊണ്ട് ഉണ്ടാവുന്ന സക്സസ് ആണ് റിയൽ സക്സസ്, അല്ലെ? അതില് രാകേഷ് ശർമ്മ സാർ ഒരു ഉദാഹരണം കൂടി പറഞ്ഞു, അത് ഞാൻ പറയണ്ടെന്ന് വെച്ചിട്ടാണ്. ആള് പറഞ്ഞൊരു ഉദാഹരണം, അമ്മയാവുന്നതിലും വേദനയുണ്ട്, പ്രസവിക്കാതിരിക്കുന്നതിലും വേദനയുണ്ട്, അല്ലെ? ഒരു ഫാമിലി കല്യാണം കഴിഞ്ഞിട്ട് കുട്ടിയാവാതിരിക്കുന്നതിൽ ജീവിതകാലം മുഴുവനും വേദനയാണ്. എന്നാൽ ഒരു സ്ത്രീ കല്യാണം കഴിച്ച് പ്രഗ്നന്റ് ആയി പ്രസവിക്കുമ്പോഴും അതിനും വലിയ വേദനയാണ്. പക്ഷെ ആ വേദന സന്തോഷകരമായ ഒരു വേദനയാണ്, അല്ലെ? അത് രാകേഷ് സാറ് പറഞ്ഞതാണ്, ഞാനത് പറയണ്ടെന്ന് വെച്ചിട്ടാണ്. നമ്മുടെ ചില ആൾക്ക് അത് ഇഷ്ടപ്പെടില്ല, എങ്കിൽ പോലും ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഇമ്പോർട്ടന്റ് ആണ്. RCBയിൽ പ്രവർത്തിച്ചാലും വേദനയാണ്, RCBയിൽ സക്സസ് ആയാലും വേദനയാണ്. എന്താ കാരണം? എനിക്കിപ്പോ ഭയങ്കര ബുദ്ധിമുട്ടാ. കാരണം ഇത്ര വലിയ വണ്ടിയൊക്കെ കൊണ്ടുപോയിട്ട് എവിടെ പാർക്ക് ചെയ്യും ചെയ്യുമ്പോ ടെൻഷനാ, സത്യം പറഞ്ഞു കഴിഞ്ഞാല്. ഹലോ, ഒരു ചെറിയ കാർ ഉണ്ടെങ്കിൽ എവിടെയും കൊണ്ടിടായിരുന്നു. ഈ വലിയ കാർ കൊണ്ടുപോയിട്ട് നിറച്ച് ട്രാഫിക്, എവിടെ കൊണ്ടിടും? 20 ലക്ഷം വരുമാനം വന്നു കഴിഞ്ഞാൽ പിന്നെ GST എടുക്കണം, ടെൻഷനാ. ഹലോ, സ്വന്തം പേരിൽ GST എടുക്കണം. അപ്പൊ സക്സസ് ആയ പെയിൻ എന്ന് പറഞ്ഞാൽ സന്തോഷമുള്ള പെയിനാണ്. ഞാൻ പറഞ്ഞു, പണ്ട് വിഷു വരുമ്പോ വിഷുക്കൈനീട്ടം കൊടുക്കാനായിട്ട് കൊച്ചങ്ങൾ എന്റെ മുന്നിൽ വരുമ്പോ വിഷമം തോന്നിയിട്ടുണ്ട്, എങ്ങനെ ഈ പിള്ളേർക്ക് വിഷുക്കൈനീട്ടം കൊടുക്കും. പക്ഷെ ഇന്ന് RCBയില് സ്റ്റാർ എംബ്രാൻഡായിട്ട് നിൽക്കുമ്പോ എനിക്ക് അഭിമാനത്തോടു കൂടി പറയാൻ പറ്റും, ഒരു അഹങ്കാരം പറയുന്നതല്ല, ഏകദേശം 32,000 രൂപ ഞാൻ വിഷുക്കൈനീട്ടം കൊടുത്തു. ഇത് അഹങ്കാരമല്ല. മുകേഷ് പറഞ്ഞൊരു കാര്യം ഇതാണ്. മുകേഷ്, നമ്മുടെ സിനിമ നടൻ മുകേഷ് പറഞ്ഞത്, ചെറുപ്പത്തിലെ ഒരു അനുഭവം പറയാൻ പറഞ്ഞു വിഷുവിന്റെ. ആ TV ഉണ്ടായിരുന്ന ഒരു കാര്യമാണ്. അപ്പൊ മുകേഷ് പറഞ്ഞത് ഇതാണ്, ഞാൻ കൊച്ചായിരിക്കുമ്പോ അമ്മാവന്മാരൊക്കെ വരുമ്പോ ഞാൻ വിചാരിക്കും, അമ്മാവൻ ഇത്തിരി പൈസക്കാരനാണ്, നല്ലൊരു കൈനീട്ടം തരും. ആ ചേട്ടൻ വരുന്നു, അമ്മായി വരുന്നു, ലാസ്റ്റ് അമ്മാവൻ തന്ന കൈനീട്ടം കാണുമ്പോ വലിച്ച് ഒന്ന് മുഖം ചുളിക്കും. അത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ വിഷുക്കൈനീട്ടം കൊടുക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ആളുടെ മനസ്സെപ്പോഴും എന്തായാലും ആയിരിക്കും, ദൈവമേ ഞാനും ഒരു 10 രൂപ അല്ലെങ്കിൽ 50 രൂപ കൊണ്ടാണ് വന്നിരിക്കുന്നത് വിഷുക്കൈനീട്ടം കൊടുക്കാനായിട്ട്. ശരിയല്ലേ? പക്ഷെ ഇന്ന് RCBയിലേക്ക് വന്ന് ഉള്ളൊരു വേദന എന്ന് പറയുന്നത്, നമ്മുടെ വേണ്ടപ്പെട്ടവരെ ഒന്ന് സഹായിക്കാനോ അല്ലെങ്കിൽ ഒരു വിഷുക്കൈനീട്ടം കൊടുക്കേണ്ട സമയത്തോ അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ട് അവരെ സഹായിക്കേണ്ട സമയത്തോ നമുക്ക് പറ്റുന്നുണ്ട്. ഈ ഒരു വേദന എന്തായാലും നിങ്ങൾ ആരെങ്കിലും അനുഭവിച്ചിട്ടുണ്ടാവും. ഇപ്പൊ വിഷു കഴിഞ്ഞുള്ളൂ, ശരിയല്ലേ? അപ്പോ ഇവിടെ നമുക്ക് വേദന സഹിക്കാൻ നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ ഒരു 3 മുതൽ 5 വർഷം വരെ ഒന്ന് പെയിൻ സഹിക്കാൻ നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ, സുഹൃത്തുക്കളെ, 5 വർഷം കഴിയുമ്പോൾ നിങ്ങൾ പിന്നെ സന്തോഷത്തിന്റെ വേദനയായിട്ട് അനുഭവിക്കുന്നത്. അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, രസകരമാണ്. बहुत से अपलायन को गुरु मानना परंतु किसी भी गुरु की ना मानना. हेलो, बहुत से अपलायन को गुरु मानना परंतु किसी भी गुरु की ना मानना. അതിന്റെ മലയാളം പറയാം. അപ്ലൈനെ, പല അപ്ലൈന്മാരെയും ഗുരുവെന്ന് പറയുക, ഇവരെന്റെ ഗുരുവാണ്, അദ്ദേഹം എന്റെ ഗുരുവാണ്, ഇദ്ദേഹം എന്റെ മെന്ററാണ് പറയാറില്ലേ? എല്ലാവർക്കും ഇല്ലേ ഗുരു, മെന്റർ? ബട്ട് ഗുരു കി നൈ മാന്ന, ഗുരു എന്ന് പറയല് മാത്രമേ ഉള്ളൂ, ഒരു ഗുരുവും പറയുന്നത് കേൾക്കില്ല. ഹലോ, ശരിയല്ലേ?
ഗുരു മാന്ന ഹേ ഗുരു കി നൈ മാന്ന. ഗുരു എന്ന് പറയും, പക്ഷെ സീനിയർ പറയുന്നത് ഒന്നും കേൾക്കില്ല. ആളുകൾ കേൾപ്പിക്കാൻ പറയും, ആളെന്റെ മെന്ററാണ്, ആളെന്റെ ഗുരുവാണ്. പക്ഷെ ഗുരു പറയുന്നത് പണത്തോളം അനുസരിക്കില്ല. അപ്പൊ നിങ്ങളിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടാ? ഉണ്ടെങ്കിൽ ഇന്ന് മാറ്റണം. നിങ്ങൾ ആരെയാണോ മെന്ററായിട്ട് തെരഞ്ഞെടുക്കുന്നത്, നിങ്ങൾ ആരെയാണോ ഗുരുവായിട്ട് തെരഞ്ഞെടുക്കുന്നത്, അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ അച്ചടിച്ച പോലെ പാലിക്കുക. ഒരു നല്ല സീനിയർ അപ്ലൈനെ, വിജയിച്ചുകൊണ്ടിരിക്കുന്ന സീനിയർ അപ്ലൈനെ നിങ്ങളുടെ ഗുരുവായിട്ട് ഏറ്റെടുക്കുക. അല്ലാണ്ട് ഇന്നലെ വന്ന റോയൽറ്റിയെ അല്ലെങ്കിൽ ഒരു പുതിയ ഒരു ആളെ അല്ല നിങ്ങൾ ഗുരുവായിട്ട് ഏറ്റെടുക്കേണ്ടത്. ഞാൻ പറഞ്ഞ ഒരു എമറാൾഡിന് മേലെയുള്ള നല്ല പ്രവൃത്തി പരിചയമുള്ള, സിസ്റ്റം ഫോളോ ചെയ്യുന്ന, അവരുടെയും ലീഡർ പറയുന്നത് കേൾക്കുന്ന, വിജയിച്ചു കൊണ്ടിരിക്കുന്ന, നല്ല നിങ്ങളെ വിജയത്തിലേക്ക് എത്തിക്കാനായിട്ട് കപ്പാസിറ്റി ഉണ്ട് നിങ്ങൾക്ക് തോന്നുന്ന ഒന്നോ രണ്ടോ നിങ്ങളുടെ അപ്ലൈനെ നിങ്ങൾ ഗുരുവായിട്ട് സ്വീകരിക്കുക. അവര് പറയുന്ന കാര്യങ്ങൾ അച്ചടിച്ച പോലെ നിങ്ങൾ ചെയ്യാം. മൂർത്തി സാറ് പറഞ്ഞു, ഗിരീഷ് ഇന്ന് പ്രോഗ്രാം അവതരിപ്പിക്കണം, ഇന്ന് വിടണ്ട, എന്തായാലും വരുന്നവര് വരട്ടെ. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. നോക്കി, 651 പേരുണ്ട്. 1:30 ആണ് നമ്മൾ മെസ്സേജ് വിട്ടത്, എന്നിട്ട് പോലും 651 പേരുണ്ട്. ഒന്ന് ചെയ്യാതിരുന്നാലോ? മൂർത്തി സാറ് പറഞ്ഞു, ഞാൻ മറുത്തൊന്നും പറഞ്ഞില്ല, ഞാൻ ചെയ്യാം സാർ. എത്ര മണിക്കൂറുണ്ട് നിങ്ങൾ ആലോചിക്കുക? 1:30 കിടന്നത്, 1:30, 2:30, 3:30, 4, 5 മണിക്ക് എഴുന്നേറ്റു. ശരിയല്ലേ? എനിക്ക് സബ്ജക്ട് തയ്യാറാക്കണം. പക്ഷേ ഗുരു പറഞ്ഞത് ഞാൻ അച്ചടിച്ച പോലെ ചെയ്തു. ഗുരു പറഞ്ഞു, ഗിരീഷ് മഹോത്സവത്തിന്റെ ഇൻചാർജ്, സെക്കൻഡ് ഇൻചാർജ് ഗിരീഷ് ആവണം. യെസ് സാർ. സാറെ വേറെ ആളുകളില്ലേ, എന്നെക്കാളും സീനിയർ ഉണ്ടല്ലോ, അവരോട് പറഞ്ഞാ പോരെ? സൗത്ത് ഇന്ത്യ മഹോത്സവരാണ്, അതിന്റെ മെയിൻ ഇൻചാർജാണ് സുജിത് സാറ്. സെക്കൻഡ് ഇൻചാർജാണ് ഞാൻ. സുജിത് സാറ് കോഴിക്കോടാണ്, ഞാൻ ഇവിടെ ഉള്ളത് കൊണ്ടാണ്. അപ്പൊ ആലോചിച്ച് നോക്കാം, നമ്മുടെ ഗുരു പറയുന്നത് നമ്മൾ അതേപടി ചെയ്യാം. എന്റെ ഗ്രേറ്റ് ഗുരു ഡോക്ടർ രാജൻ സാറ് പറഞ്ഞാൽ എനിക്ക് അതിന്റെ അപ്പുറത്തേക്കൊന്നുമില്ല. എന്റെ ഗുരു ബിനു സാറ് പറഞ്ഞാൽ എനിക്ക് അതിന്റെ അപ്പുറത്തേക്കൊന്നുമില്ല. അവര് പറയുന്നതാണ് എനിക്ക് വേദവാക്യം. പല വ്യക്തികളും ലീഡേഴ്സ് പറയുന്നത് ചെയ്യത്തില്ല, തലക്കുണിക്ക് കാണിക്കും, യെസ് സാർ എന്ന് പറയും, ഒന്നും ചെയ്യത്തില്ല. അങ്ങനെയുള്ള ആളുകൾക്ക് ആർസിഎമ്മിൽ വിജയിക്കാൻ ഇത്തിരി കഷ്ടപ്പാടാണ്. അതുകൊണ്ട് ആരെങ്കിലും ആ രീതിയിൽ ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ ഇന്നത്തോടു കൂടി ആ മെന്റാലിറ്റി മാറ്റാ. നിങ്ങൾ ഗുരുവായിട്ട് ഏറ്റെടുക്കുന്ന വ്യക്തി പറയുന്നത് നിങ്ങൾ അച്ചടിച്ച പോലെ ചെയ്യും. തെറ്റണെങ്കിലും ചെയ്യാം. നമ്മുടെ അപ്ലൈൻ പറയുന്നത്, നമ്മുടെ ഗുരു, അപ്ലൈനല്ല, അപ്ലൈൻ കുറെ ഉണ്ട്. നിങ്ങളുടെ മെന്റർ എന്താണോ പറയുന്നത്, ഒരുപക്ഷെ നിങ്ങൾക്കത് തെറ്റായിട്ട് തോന്നും തുടക്കത്തിൽ. ആ തെറ്റ് നിങ്ങൾ ആവർത്തിക്കുക. കുറച്ച് ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് ബോധ്യം വരും, എന്റെ ലീഡർ പറഞ്ഞതായിരുന്നു ശരി. കാരണം നമ്മുടെ മെന്റാലിറ്റി ആയിരുന്നു തെറ്റ്. കാരണം നമ്മൾക്ക് അറിയില്ലല്ലോ മുന്നോട്ട് എന്താ വഴി എന്നുള്ളത്. പറയില്ലേ, നമ്മൾ മുതുനെല്ലിക്ക തുടക്കത്തിൽ കയ്ക്കും, പിന്നെ മധുരിക്കും. അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത്, അപ്പനെ സിസ്റ്റം पर 100% വിശ്വാസ് ना होना. നമ്മുടെ സിസ്റ്റത്തില് 100% വിശ്വാസമില്ലാത്തത്. പല ആളുകളും 5-10 വർഷമായി ആർസിഎമ്മില് ഇപ്പോഴും സംശയ. കമ്പനി മുന്നോട്ട് പോവോ? ചില പ്രൊഡക്റ്റിൽ സംശയം, ക്വാളിറ്റിയിൽ സംശയം, അപ്ലൈനിൽ സംശയം, സിസ്റ്റത്തിൽ സംശയം. കമ്പനി എങ്ങനെയാ ഇതിന്റെ പ്ലാൻ ചേഞ്ച് ചെയ്ത്? എത്രയോ ബിസിനസ് മനസ്സിലാക്കിയ ആളുകൾ പുതിയ ആളുകൾ പറഞ്ഞു, സാർ ഈ പുതിയ സിസ്റ്റം അടിപൊളിയാണ് കേട്ടാ. ഇത് മനസ്സിലാക്കാത്ത ആളുകളോ 5-10 വർഷമായി എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അവർക്ക് ഇപ്പോഴും വിശ്വാസം വന്നിട്ടില്ല. ഞാൻ പറയുന്നത് 100% ആർസിഎം എന്ന ഈ സിസ്റ്റത്തിൽ നിങ്ങൾ വിശ്വസിക്കുക. ആർസിഎം എന്ന സിസ്റ്റം നിങ്ങൾ പഠിക്കുക. യു കണക്ട് വിത്ത് സിസ്റ്റം. ആളുകളായിട്ടല്ല നമ്മൾ കണക്ട് ആവേണ്ടത്. ഒരുപക്ഷെ നിങ്ങളെ കൊണ്ടുവന്ന ഒരാൾ ആർസിഎം വിട്ടുപോയി എന്നിരിക്കാം. പക്ഷെ നിങ്ങൾ സിസ്റ്റമായിട്ടൊന്ന് കണക്ട് ആയാലോ, നിങ്ങൾ മേലെയുള്ള അപ്ലയൻസിനെ മനസ്സിലാക്കും, നിങ്ങൾ നാളെ വലിയൊരു അച്ചീവറായിട്ട് നിൽക്കും. അപ്പൊ നമുക്ക് ഈ സിസ്റ്റത്തിൽ 100% വിശ്വാസം വേണം. ആർസിഎമ്മിന്റെ ഒരു എംബ്ലം എവിടെങ്കിലും വന്നാൽ അത് നമ്പർ 1 ആണെന്ന് നമുക്ക് നെഞ്ചു വിരിച്ച് പറയാൻ പറ്റണം. അങ്ങനെ എത്ര പേർക്ക് പറയാൻ പറ്റും? 100% ആർസിഎം സിസ്റ്റത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്?
അവരൊരു ദിവസം വെള്ളിക്ക് വരും, ഒരു സംശയവുമില്ല. വെരി നൈസ്, സൂപ്പർ. കുറച്ച് സംശയിക്കുന്ന ആളുകള്, എനിക്ക് സംശയമുണ്ട് അവർ അച്ചീവ്മെന്റിലേക്ക് വരവില്ല. ചെറിയ ചെറിയ അച്ചീവ്മെന്റ് ഒക്കെ വരും. പക്ഷെ വലിയ അച്ചീവ്മെന്റിലേക്ക് വരണമെങ്കിൽ നമ്മൾ 100% ഈ സിസ്റ്റത്തിൽ വിശ്വസിക്കുക. എന്താണ് സിസ്റ്റം? അപ്ലൈൻ, കമ്പനി, പ്രൊഡക്റ്റ്, കമ്പനിയുടെ പ്ലാൻ, അല്ലെ? ഇതൊക്കെയാണ്. ഇതിൽ വിശ്വസിക്കുക, അത് തന്നെ ഫോളോ ചെയ്യുക. പല ആളും പറയുന്നുണ്ട് 6 ബേസിക് ശരിയല്ല, 7 കാർണർ റൂൾസ് ശരിയല്ല, പിന്നെ എന്താ ശരി? അപ്പൊ നമ്മൾ 100% വിശ്വസിക്കുക. അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് ബിനാ കിസി ടാർഗറ്റ് കെ കാം കർണ. രസകരമായ പോയിന്റ് ആണ്. ഒരു ടാർഗറ്റും ഇല്ല. നിങ്ങൾ എപ്പോഴാണ് സ്റ്റാർ ആവുന്നത്? അബ്ബാവും, വരനോട്ട് വെച്ച് കാണാം. കഷ്ടമുണ്ട്, ബുദ്ധിമുട്ടാണ്. ഈ മാസം എത്ര ബോളിംഗ് ചെയ്യും? നോക്കട്ടെ, ചെയ്യുന്നത് ചെയ്യാം. സുഹൃത്തുക്കളെ, ടാർഗറ്റ് എടുത്ത് വർക്ക് ചെയ്യണം. 1-ാം തീയതി മുതൽ 10-ാം തീയതിക്കുള്ളിൽ ഞാൻ ഡയമണ്ട് ക്ലബ്ബ് ചെയ്തിരിക്കും. ടാർഗറ്റ് ആണത്, ശരിയല്ലേ? നമ്മൾക്കൊരു ഡിസിപ്ലിനിലേക്ക് കൊണ്ടുവരാൻ ടാർഗറ്റ് നല്ലതാണ്. ഷോർട്ട് ടൈം ടാർഗറ്റ്, ഡെയിലി ടാർഗറ്റ്. ഇന്ന് ഞാൻ ഇത്ര രൂപയുടെ പ്രൊഡക്റ്റ് വിറ്റടിക്കും, ടാർഗറ്റ് എടുക്കണം. ഡെയിലി ഞാൻ ഒരു 2 ആളോട് തന്നെങ്കിലും ആർസിവിന്റെ മാർക്കറ്റിംഗ് പ്ലാൻ ഷോ ചെയ്യും. പറയുമെന്നല്ല, ഷോ ദ പ്ലാൻ. ഇത് നമ്മുടെ ഡെയിലി ടാർഗറ്റാണ്. ഡെയിലി ഞാൻ ഒരു 500 രൂപയുടെ തന്നെയും പ്രൊഡക്റ്റ് വെക്കും. ഡെയിലി ഞാൻ ഇത്ര ഹോം മീറ്റിംഗ് കൊടുക്കും. ഡെയിലി ഇത്ര പേരെ ഞാൻ വിളിക്കും. ഒരു 10 പേരെ, എന്റെ ടീമിലെ 10 പേരെ ഞാൻ ഡെയിലി വിളിച്ചിരിക്കും. എത്ര പേര് വിളിക്കാറുണ്ട് ഡെയിലി? 10 പേരെ നിങ്ങളുടെ ടീമിലെ. എന്തുകൊണ്ട് നമുക്ക് വിളിച്ചൂടാ? റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യണം നമ്മുടെ ടീമായിട്ട്, ശരിയല്ലേ? എന്റെ ഒരു അപ്ലൈനെ തന്നെങ്കിലും ഒരു ദിവസം ഞാൻ വിളിക്കും. ദിവസത്തിൽ ഒരു പ്രാവശ്യം തന്നെങ്കിലും വിളിക്കും. ഈ മാസം എന്റെ ടീമിൽ ഇത്ര ബിഗിനർമാരെ ഞാൻ ക്രിയേറ്റ് ചെയ്യും. ഒരു പക്ഷേ നിങ്ങൾ ഒരു വലിയ ലെവലിലാണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത ലെവലിലേക്ക് പോകാൻ പറ്റത്തില്ല, ഓഫ് കോഴ്സ്. പക്ഷേ നിങ്ങളുടെ ടീമിൽ വന്ന ആളുകളെ വിജയിപ്പിക്കാനുള്ള ടാർഗറ്റ് ഇടാം. ഇത് ഒരു ടാർഗറ്റും ഇല്ല. വന്നോട്ട് വെച്ച് കാണാം, എവിടെ എത്തും? ലക്ഷ്യമില്ലാത്ത ആളുകൾക്ക് എങ്ങെത്താൻ പറ്റില്ല. സുഹൃത്തുക്കളെ, നമുക്കിവിടെ ടാർഗറ്റ് എടുത്ത് വർക്ക് ചെയ്യണം. ഞാൻ ഡയമണ്ട് ക്ലബ് ചെയ്യും. 25-ാം തീയതി ആവുമ്പോഴേക്ക് ഞാൻ 25,000 വോളിയം ചെയ്യും. സ്റ്റാർ ഡയമണ്ട് ക്ലബ് ചെയ്യും. ഞാൻ എനിക്ക് കഴിഞ്ഞ ദിവസം പറവൂർ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, വളരെ സന്തോഷമായി. അവിടെ ഏകദേശം 8ഓളം പേര് തീരുമാനിച്ചു 25,000 പർച്ചേസ് വോളിയം ഈ മാസം തുടങ്ങി ഞാൻ ചെയ്യുമെന്ന് 8ഓളം പേര് തീരുമാനമെടുത്തു. എനിക്കറിയാം എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല. 5,000 പർച്ചേസ് വോളിയം എല്ലാവർക്കും ചെയ്യാം. അത് 1-ാം തീയതി മുതൽ 10-ാം തീയതിക്കുള്ളിൽ ചെയ്യണം. 30-ാം തീയതിക്കുള്ളിൽ 25,000 വോളിയം ചെയ്യാൻ പറ്റും. നിങ്ങൾ ഒരു ദിവസം ഒരു 2,000 രൂപയുടെ പ്രൊഡക്റ്റ് സെയിൽ ചെയ്ത് നോക്കി. എനിക്ക് അവിടെ ഏറ്റവും ഇഷ്ടം തോന്നിയത് നമ്മുടെ സ്റ്റാർപ്പേള് പുഷ്പലത മേഡം, ഒരു സാധാരണ വീട്ടമ്മ. ആള് പറഞ്ഞത് ആളിന്ന് സ്റ്റാർപ്പേളാവാൻ ഒരു കാരണം, ഡെയിലി 2,000 രൂപയുടെ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുമെന്ന ഒരു ദൃഢനിശ്ചയം അന്നെടുത്തായിരുന്നു ആർസിബിൽ വന്ന സമയത്ത്. അപ്പോ ഈ രീതിയിൽ നമുക്കൊരു ടാർഗറ്റ് എടുത്ത് വർക്ക് ചെയ്യാൻ സാധിക്കണം. അപ്പൊ നിങ്ങൾ അത് ചെയ്യുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഇന്ന് മുതൽ ഞാനത് ചെയ്യും. അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് മൊഹബത്ത് മേ നഹി ബൽക്കി മജ്ബൂരി മേ കാം കർന. ഹിന്ദി കൂടി പഠിച്ചോളൂ. മൊഹബത്ത് മേ നഹി ബൽക്കി മജ്ബൂരി മേ കാം കർന. ഇഷ്ടപ്പെട്ടുകൊണ്ടല്ല, കഷ്ടപ്പെട്ട ചെയ്യുന്നത്. സുഹൃത്തുക്കളെ, നമ്മൾ ഇഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടും. പല ആളുകൾ ആർസ്യം ചെയ്ത് കഷ്ടപ്പെട്ടുകൊണ്ടാ, സന്തോഷം കൊണ്ടല്ല. കാരണം വലിയ വിഷനൊന്നുമില്ല. എന്നാ വിജയിക്കാൻ പറ്റുമെന്ന് അറിയുകയും ചെയ്യാം, എന്നാ വിജയിക്കും വേണം. പക്ഷെ കഷ്ടപ്പെട്ടാണ്. മീറ്റിങ്ങിന് വരാൻ കഷ്ടം, പ്രൊഡക്റ്റിനെ കുറിച്ച് പറയാൻ കഷ്ടം, സൂം മീറ്റിംഗിൽ കയറാൻ കഷ്ടം, കയറിയാലും ഇരിക്കാൻ കഷ്ടം, ഇരുന്നാലും എഴുതാൻ കഷ്ടം. ലീഡർ നോക്കണമോ? ആർക്കും വേണ്ടി നമ്മൾ ആർസ്യം ചെയ്യണ്ട. ഒരാളും അവരവർക്ക് വരുന്ന കമ്മീഷൻ അപ്ലൈന് കൊടുക്കുന്നില്ല. എനിക്ക് 256 രൂപയാണ് ആദ്യമായിട്ട് വന്നത്. അന്നും ഞാൻ കൊടുത്തിരുന്നില്ല. ഇന്ന് 2 ലക്ഷം വരുന്നുണ്ട്, അന്നും കൊടുക്കുന്നില്ല. മൂർത്തി സാർ അപ്ലൈന് ഇതുവരേക്കും പൈസ എല്ലാ മാസം കൊടുക്കുന്നതായിട്ട് എനിക്കറിയില്ല. ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന പല ആളുകളും അപ്ലൈന് പൈസ എല്ലാ മാസം കൊടുക്കുന്നുണ്ടായിരിക്കും. അങ്ങനെയുണ്ടോ ആരെങ്കിലും? ഹലോ, അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? നമ്മ ആർക്ക് വേണ്ടി ചെയ്യുന്നത്?
അപ്പൊ കഷ്ടപ്പെട്ട് ആർസ്യം ചെയ്യുന്നതിന് പകരം നമ്മളൊന്ന് ഇഷ്ടപ്പെട്ടൊന്ന് ചെയ്തു നോക്കിയേ. യെസ്, ഇതെന്റെ വരും തലമുറയ്ക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പൊ എന്റെ മകൻ ബാംഗ്ലൂർ പ്രസിഡന്റ് യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നത്. ഇപ്പൊ മകള് +2 കഴിഞ്ഞു. ഞാൻ ആലോചിക്കുകയാണ്, ഈ പട്ടാളത്തിന്റെ 28,000 രൂപ പെൻഷൻ കൊണ്ട് ഒരു കാരണവശാലും എനിക്ക് ബാംഗ്ലൂർ പറഞ്ഞ് വിട്ട് അവരെ പഠിപ്പിക്കാനുള്ള യോഗ്യത ഉണ്ടായിരുന്നില്ല. എന്റെ മകളെ ഞാനിപ്പോ ചെന്നൈയിലോ കോയമ്പത്തൂരോ അവിടെ എവിടേക്കാണ് ഹയർ എഡ്യൂക്കേഷന് പറഞ്ഞയക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ പട്ടാളക്കാരനായിരുന്നെങ്കിൽ എനിക്ക് സാധിക്കില്ല സുഹൃത്തുക്കളെ. ഇന്ന് ആർസിഎമ്മിന്റെ സ്റ്റാർ എംബ്രാൾഡ് ആയതുകൊണ്ടാണ് എനിക്ക് ധൈര്യം. ആലോചിച്ചു. കാരണം ഞാൻ ഇഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ടത് കൊണ്ടാണ്. ഇഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടതെല്ലാം കിട്ടും. അപ്പൊ നിങ്ങൾ ഇഷ്ടപ്പെട്ടാണ് ആർസ്യം ചെയ്യുന്നത്, അതാ ബ്രേക്ക് പിടിച്ചിട്ടാണോ വണ്ടി ഓടിക്കുന്നത്? പല ആളും ബ്രേക്ക് പിടിച്ചിട്ട് വണ്ടി ഓടിക്കില്ലേ? അതേപോലെ ആർസ്യം ചെയ്യുന്നത്. മനസ്സിങ്ങനെ ഒരുക്കണ ആർസ്യം ചെയ്യുമ്പോ എന്നാ വിജയിക്കും വേണം. അങ്ങനെയല്ല, നിങ്ങൾ ഇഷ്ടപ്പെട്ടൊന്ന് കഷ്ടപ്പെട്ട് നോക്കിക്കോളൂ, നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും. ഹലോ, അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് വളരെ രസകരമായ ഒരു പോയിന്റാണ്. അപ്പനി അസഫലത കാ കാരണം ദൂസരെ വ്യക്തി കോ ബത്താന. നമ്മൾ വിജയിക്കാത്തതിന്റെ കാരണം മറ്റുള്ളവരെ പഴിചാരുക. എന്റെ അച്ഛൻ കാരണം വിജയിച്ചില്ല, എന്റെ അമ്മ കാരണം വിജയിച്ചില്ല, എന്റെ ഭാര്യ സമ്മതിക്കാത്തതുകൊണ്ട് വിജയിച്ചില്ല, എന്റെ ഭർത്താവ് സമ്മതിക്കാത്തതുകൊണ്ട് വിജയിച്ചില്ല, എന്റെ സഹോദരങ്ങൾ ശരിയല്ല, എന്റെ കൂട്ടുകാർ ശരിയല്ല, എന്റെ അപ്ലൈൻ ശരിയല്ല, എന്റെ ഡൗൺലൈൻ ശരിയല്ല, പിന്നെ ഞാൻ മാത്രം ഏറ്റവും നല്ല ആള്. ശരിയല്ലേ സുഹൃത്തുക്കളെ? എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നോ അവരവരുടെ പരാജയത്തിന്റെ കാരണക്കാരൻ അവരവരാണെന്ന് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നോ അന്ന് നമ്മുടെ വിജയം ആരംഭിച്ചു. നമ്മൾക്ക് ഇങ്ങനെ ഒരു തെറ്റായ വിശ്വാസമാണ്, ഞാൻ മാത്രം നല്ലത് ബാക്കി എല്ലാവരും മോശം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഞാനാണ് എന്റെ പരാജയത്തിന്റെ കാരണക്കാരൻ. അത് നിങ്ങളുടെ മനസ്സിൽ എന്ന് വരുന്നോ അന്ന് നിങ്ങൾ എന്താ പറയാ റോക്കറ്റ് പോലെ വിജയിക്കും. നമ്മുടെ അപ്ലൈനോ ഡൗൺലൈനോ അല്ല. അപ്ലൈൻ എത്ര ശക്തനാണെങ്കിലും നമുക്ക് വിജയിക്കാൻ പറ്റോ? ഇല്ല. നമ്മൾക്കും കൂടി ആഗ്രഹം വേണ്ടേ? അപ്ലൈൻ തയ്യാറാണ്, നമ്മൾ തയ്യാറല്ലെങ്കിലോ എങ്ങനെ വിജയിക്കുക? അപ്പൊ അപ്ലൈൻ തയ്യാറാണെങ്കിൽ അപ്ലൈന് നമ്മൾ കൈ കൊടുക്കാൻ നമ്മൾ തയ്യാറാവണം. സിസ്റ്റത്തിന്റെ കൂടെ നിൽക്കാൻ നമ്മൾ തയ്യാറാവണം. തയ്യാറാണോ? അപ്പോ അപ്ലൈനോ ഡൗൺലൈനോ അച്ഛനെയോ അമ്മേനോ പെങ്ങളെയോ ഭാര്യനെയോ ഭർത്താവിനെയോ മക്കളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, സാഹചര്യങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ വിജയിക്കാത്തതിന്റെ കാരണം നമ്മൾ തന്നെയാണ്. കാരണം ഇതേ സിസ്റ്റത്തിലൂടെയാണ് ഒരുപാട് ആളുകൾ വിജയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവര് ഫോളോ ചെയ്യുന്ന സിസ്റ്റം നമ്മൾ ഫോളോ ചെയ്താൽ നമുക്ക് വിജയിക്കാൻ സാധിക്കും. അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് വളരെ രസകരമായ ഒരു പോയിന്റ് ആണ്, നോട്ട് ചെയ്ത് വെച്ചോളൂ. പ്രഗതി സെ കം പരിശ്രം കർണ. പ്രഗതി സെ കം പരിശ്രം കർണ. നിങ്ങൾക്ക് ഹിന്ദി കൂടി പഠിക്കാനുള്ള ഒരു അവസരമാണ്. പ്രഗതി എന്ന് പറയുന്നത് നേട്ടം. നേട്ടത്തിൽ കുറവ് പരിശ്രമിക്കുക എന്ന് പറഞ്ഞാൽ 5000 രൂപ കിട്ടുന്നുണ്ടെങ്കിൽ 500 രൂപയുടെ പോലും പണി ചെയ്യില്ല. പ്രഗതി സെ കം പരിശ്രം. കിട്ടുന്നതിൽ കുറവ് പരിശ്രമം. 10,000 രൂപയാണോ നിങ്ങൾക്ക് കിട്ടുന്നത്, പണി 1000ന്റെ ഉള്ളൂ അല്ലെങ്കിൽ 2000ന്റെ ഉള്ളൂ. സുഹൃത്തുക്കൾ എങ്ങനെയാണ്? ശരിയാണോ? നിങ്ങൾ ആത്മാർത്ഥമായിട്ടൊന്ന് ആലോചിച്ചു നോക്കൂ. ആർസിഎമ്മിൽ നമ്മള് തുടക്കത്തിൽ അധ്വാനം കൂടുതലാണ്. നിങ്ങൾക്കൊരു 10,000 രൂപ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു 50,000 രൂപയുടെ പണി ചെയ്താലാണ് നാളെ 50,000 രൂപ കിട്ടുന്ന സമയത്ത് 50,000 രൂപയുടെ പണി ചെയ്താൽ നിങ്ങൾക്ക് 5 ലക്ഷം കിട്ടത്തുള്ളൂ. അല്ലാതെ നമ്മള് 10,000 കിട്ടുമ്പോ മടിച്ച് മാറി നിന്ന് ഇപ്പൊ 10,000 അല്ലേ കിട്ടുന്നുള്ളൂ, കുഴപ്പമില്ല കൂടുതൽ കിട്ടുമ്പോൾ ഞാൻ ചെയ്യാം, കൂടുതൽ കിട്ടലും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല, അത് സ്വപ്നം മാത്രമായിട്ട് മാറി നിൽക്കും. 5,000 കിട്ടുന്നുണ്ടെങ്കിൽ 50,000 രൂപയുടെ എഫേർട്ട് ഇടും. അപ്പൊ നിങ്ങൾക്കൊരു 50,000ത്തിന്റെ പണി ചെയ്യുന്ന സമയത്ത് 5 ലക്ഷം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരും. ഇതെന്റെ ഗ്യാരണ്ടിയാണ്, എഴുതി വെച്ചോളൂ. അപ്പോ ഈ പോയിന്റാണ് പ്രഗതി സെ കം പരിശ്രം കർണ. അടുത്തൊരു പോയിന്റ് നിങ്ങളുടെ ടീമിനെ പോലും നശിപ്പിക്കുന്ന ഒരു പോയിന്റാ. ആകാംക്ഷയോട് കൂടി ഇരിക്കുക. അതെന്താണാവോ? ഒരു പക്ഷെ അതായിരിക്കും എന്റെ ടീം വളരാത്തത്. കേട്ടോളൂ. സന്തുഷ്ട ഹോജാന. എന്താണ് സന്തുഷ്ട ഹോജാന? തൃപ്തിപ്പെടുക. ഏതെങ്കിലും ഒരു ലെവലിൽ തൃപ്തിപ്പെടാം. റോയൽറ്റി ആയി കഴിഞ്ഞാൽ ഇതൊക്കെ മതി, എനിക്ക് അവിടെ 10,000 രൂപ കിട്ടിയിരുന്നുള്ളൂ, 25,000 കിട്ടുന്നുണ്ട് അല്ലെ, ആരെ ഈ വേദനിക്കാനൊക്കെ തയ്യാറാവുന്നത്? സത്യനാശ്, നിങ്ങളുടെ ടീം അതോടുകൂടി നശിച്ചു. നിങ്ങൾ ടീം എങ്ങനെ വളരും? ഒരു 50,000 ഒരു ടെക്നിക്കലിലേക്ക് എത്തി, 50,000 ആൾക്ക് പിന്നെ ചാകരയ. 50,000 കിട്ടിയെന്ന് പറയുമ്പോൾ ചാകരയ. എന്താ കാര്യം? മുന്ന് ഒരു ഷോപ്പിൽ പോയി പണി ചെയ്ത സമയത്ത് ആൾക്ക് 15,000 കിട്ടണ്ടായുള്ളൂ. അവിടെയാണ്
എല്ലാ മാസം 7-ാം തീയതിക്കുള്ളിൽ ഒന്നും ചെയ്യാതെ 50,000 വരുന്നത്. ടെക്നിക്കലായി കഴിഞ്ഞ ഒരു കുറച്ച് ടീമൊക്കെ ആയിട്ട് മാറുമല്ലോ. അപ്പൊ ആള് വിചാരിക്കുന്നത് ഞാൻ ഭയങ്കര സംഭവമായി. ടെക്നിക്കൽ പേളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഭയങ്കര ഡയമണ്ടായി, എങ്ങും എത്തിയിട്ടില്ല. സന്തുഷ്ട് ഹോജാന സ്റ്റാർ ആയി കഴിയുമ്പോഴേക്കും ചില ആൾക്ക് അങ്ങോട്ട് തിളച്ചു കയറും അഹങ്കാരം. ഞാൻ പറയുന്നു ഈഗോ എന്ന് പറയുന്ന സംഭവം നമ്മുടെ ഉള്ളിലേക്ക് കയറരുത്. ലീഡർമാരായിട്ട് പ്രശ്നം, ഡൗൺലൈനായിട്ട് പ്രശ്നം. സുഹൃത്തുക്കളെ, ടീം കൂടുന്നതിനനുസരിച്ച് നമ്മളിൽ ക്വാളിറ്റി കൊണ്ടുവരണം. ടീമിനെ നമ്മുടെ കൂടെ നിർത്താൻ പഠിക്കണം. ലീഡർഷിപ്പ് ക്വാളിറ്റി കൊണ്ടുവരണം. നല്ലൊരു വ്യക്തിയായിട്ട് മാറണം, അല്ലെ? മറ്റുള്ളവർ നമ്മളെ ഇഷ്ടപ്പെടാവുന്ന രീതിയിൽ നമ്മുടെ വ്യക്തിത്വത്തെ നമ്മൾ മാറ്റിയെടുക്കണം. ഇതൊക്കെ വരാണ്ടാവുമ്പോ നമ്മൾ എന്ത് ചെയ്യും? പതുക്കെ സൈഡാവും. നിങ്ങളുടെ വന്ന ടീമും കൂടി പോവും. ഞാൻ പറഞ്ഞൊരു കാര്യം, നമ്മൾ ഏത് ലെവലിലും തൃപ്തിപ്പെടരുത്. എത്ര പേർക്ക് തൃപ്തിയായി ആർസിഎമ്മില്? നിങ്ങൾ റോയൽറ്റി വന്ന ടെക്നിക്കൽ ആവാൻ ശ്രമിക്കണം. ടെക്നിക്കലായി കഴിഞ്ഞാൽ സ്റ്റാർ പേൾ ആവാൻ ശ്രമിക്കണം. സ്റ്റാർ പേൾ ആയി കഴിഞ്ഞാൽ എമറാൾഡ് ആവാൻ ശ്രമിക്കണം. എമറാൾഡിലേക്ക് വന്ന് സ്റ്റാർ എമറാൾഡ് ആവാൻ ശ്രമിക്കണം. സ്റ്റാർ എമറാൾഡ് വന്നാൽ റൂബിയും സ്റ്റാർ റൂബിയും സഫയറും. അതായത് വിജയിക്കാനുള്ള ഒരു വിശപ്പ് എന്നുണ്ടാവണം നമുക്ക്. അല്ലെങ്കിൽ നമ്മുടെ പതനമാണ്. അത് തുടക്കത്തിൽ ഫീൽ ചെയ്യില്ല. അതുകൊണ്ട് തൃപ്തിപ്പെടരുത്. തൃപ്തി വന്നാൽ ടീമിന് നാശമുണ്ടാവും. ഓക്കെ, കംഫർട്ടബിൾ ആവരുത്. നമ്മൾ അൺകംഫർട്ടബിൾ ആയിട്ടിരിക്കണം. നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കണം. തുടക്കത്തിൽ നമ്മൾക്ക് വേണ്ടിയാണെങ്കിൽ പിന്നീട് നമ്മുടെ ടീമിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കണം. സുഹൃത്തുക്കളെ, അവരെ കൈ പിടിച്ചുയർത്തണം. അല്ലാണ്ട് എനിക്ക് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞ് മാറി നിൽക്കല്ല വേണ്ടത്. നമ്മളെ പോലെ വിജയിക്കാൻ വന്ന ആളുകളല്ലേ അവര്. അവരെ കൈ പിടിച്ചുയർത്തണ്ടേ? അവരുടെ കുടുംബത്തിന് രക്ഷപ്പെടണ്ടേ? എന്നെ ലീഡർ വിജയിപ്പിച്ച പോലെ എനിക്ക് അവരെ വിജയിപ്പിക്കണം. അങ്ങനെ ടീമിനെ വിജയിപ്പിക്കണം എന്ന് 100% ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന എത്ര ജവാന്മാരുണ്ട് ഈ കൂട്ടത്തിൽ? ഒന്ന് ഹാൻഡ് റൈസ് ചെയ്ത് ഞാൻ നോക്കട്ടെ. ഒന്ന് ഹാൻഡ് റൈസ്. എന്റെ ടീമിനെ വിജയിപ്പിക്കണം, ഞാനും വിജയിക്കും, എന്റെ ടീമിനെ ഞാൻ വിജയിപ്പിക്കും. അതിനുവേണ്ടി അഹോരാത്രം ഞാൻ പണിയെടുക്കും. ഞാൻ തൃപ്തിപ്പെടില്ല. വെരി ഗുഡ്. പല ആളുകളും പറയും എനിക്ക് വിജയിക്കും വേണ്ട, എന്റെ ടീമിന് എങ്ങനെയാ അവർ വിജയിക്കുക? എനിക്ക് കാശൊന്നും വേണ്ട. ചില പ്ലെയിൻ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് കിട്ടിയതൊക്കെ മതി, എന്റെ ടീമിനെ വിജയിപ്പിക്കണം. നമ്മൾ വിജയിക്കാതെ ആരെ വിജയിക്കും സുഹൃത്തുക്കളെ? വിജയിക്കാത്ത ആരെങ്കിലും കണ്ട് ആരെങ്കിലും വിജയിക്കാൻ ആഗ്രഹിക്കുമോ? ഇല്ല. നിങ്ങളുടെ അപ്ലൈനിൽ പോലും വിജയിക്കാത്ത ആളുകൾ കണ്ട ആളുകൾ വർക്ക് ചെയ്യില്ല. അതിന്റെ മേലുള്ള വിജയിച്ച അപ്ലൈനാണ് ആളുകൾ ഫോളോ ചെയ്യുക. അപ്പൊ നമ്മൾ നോക്കേണ്ടത്, നമ്മൾ ഏത് ലെവലിൽ വന്നാലും നമ്മൾ തൃപ്തിപ്പെടരുത്. നമ്മുടെ പ്രയത്നം തുടർന്നുകൊണ്ടേയിരിക്കണം. ഏതുവരേക്കും? ഒരു മിനിമം സ്റ്റാർ എമറാൾഡ് വരുന്നവരേക്കും നിങ്ങൾ നിരന്തരമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ടൈം ഫ്രീഡം കിട്ടും, മണി ഫ്രീഡം കിട്ടും. അല്ല, മിനിമം ഒരു എമറാൾഡ് വരേക്ക് തന്നെ. അതിനുശേഷം നിങ്ങൾക്കൊന്ന് റിലാക്സ് എടുക്കാം വേണമെങ്കിൽ. ഓക്കെ, അടുത്തൊരു പോയിന്റ് എന്ന് പറഞ്ഞാല് തോൽവി സമ്മതിക്കുക, ആയുധം വെച്ച് കീഴടങ്ങുക. ഞാൻ ഒരുപാട് ശ്രമിച്ചു, കുറെ ആളുകളോട് പറഞ്ഞു, ഉദ്ദേശത്തിൽ മുന്നോട്ട് പോകുന്നില്ല, തോൽവി സമ്മതിച്ചു. എല്ലാ വീട്ടുകാരോടും ആർച്ചം ചെയ്യാന്ന് പറഞ്ഞു, അതിനുശേഷം തോൽവി സമ്മതിച്ചു. എന്താ കാരണം? നമ്മൾ പഠിക്കാൻ തയ്യാറല്ല. സുഹൃത്തുക്കളെ, തോൽവി സമ്മതിക്കരുത്. ഒരു കളക്ടർ ഒരു കാര്യം പറഞ്ഞു. അദ്ദേഹം 7 പ്രാവശ്യം IAS എഴുതിയിട്ടാണ് അദ്ദേഹം പാസ്സായത്. 7 പ്രാവശ്യം തോറ്റ്, പിന്നെ എഴുതി, പിന്നെ തോറ്റ്, പിന്നെ എഴുതി, പിന്നെ തോറ്റ്, പിന്നെ എഴുതി. അങ്ങനെ 7ാമത്തെ പ്രാവശ്യമാണ് അദ്ദേഹം കളക്ടറായത്. പക്ഷെ ഇന്ന് വരെ ഒരാളും അദ്ദേഹത്തോട് ചോദിച്ചിട്ടില്ല എത്ര പ്രാവശ്യം തോറ്റു എന്ന്. കളക്ടറാണെന്ന് മാത്രം പറയുന്നുള്ളൂ. ഹലോ, അദ്ദേഹത്തിന് വേണമെങ്കിൽ ആദ്യത്തെ പ്രാവശ്യം തോറ്റപ്പോ വിടാമായിരുന്നു. വിട്ടില്ല. വീണ്ടും എന്ത് വാശിയാണ്, എനിക്ക് കളക്ടർ ആയിരിക്കണം. മനസ്സിലാവണ്ട? ആ രീതിയിലുള്ള ഒരു വാശി നമുക്ക് ഉണ്ടാവണം. ഇതിൽ എന്തായാലും വിജയിച്ചടങ്ങൂ. സാധാരണക്കാർക്കും വിദ്യാഭ്യാസമുള്ള ആളുകൾക്കും വിജയിക്കാന്നുണ്ടെങ്കിൽ, ഇപ്പൊ സുന്ദരൻ സാർ കുറെ മെസ്സേജ് വിടുന്നുണ്ട്. സുന്ദരൻ സാർ എല്ലാ മീറ്റിങ്ങിലും പറയാറുണ്ട്, ഞാൻ ആർസിഎമ്മിലേക്ക് വരുമ്പോ എനിക്ക് എന്റെ പേര് പോലും കൂട്ടി വായിക്കാൻ എഴുതാൻ അറിയില്ലായിരുന്നു. 5ാം ക്ലാസ് വിദ്യാഭ്യാസം ഉള്ളൂ. അദ്ദേഹം ഇന്ന് സ്റ്റാർ പേൾ അച്ചീവർ ആണ് സുഹൃത്തുക്കളെ. ഇതാ സുന്ദരൻ സാറിന്റെ മെസ്സേജ് കണ്ട, സ്റ്റാർ പേൾ അച്ചീവർ ആണ്. 5ാം ക്ലാസ് വിദ്യാഭ്യാസം ഉള്ളൂ. അപ്പോൾസ്റ്ററി വർക്കായിരുന്നു. ഇന്ന് 10, 80,000, 90,000 രൂപ പ്രതിമാസം മേടിക്കുന്നു. പുതിയ കാറ് വാങ്ങി. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, എന്റെ പേര് എനിക്ക് കൂട്ടി എഴുതാൻ അറിയില്ലായിരുന്നു. പക്ഷെ അതിന്റെ ഉള്ളിൽ
ഒരു എന്താ പറയാ, ഒരു വിജയിക്കാനുള്ള ഒരു ത്വര അല്ലെങ്കിൽ ബേണിംഗ് ഡിസയർ ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് വിജയിക്കാനായിട്ട് ആദ്യമായിട്ട് വേണം ഒരു ബേണിംഗ് ഡിസയർ ഉണ്ടാവണം. അപ്പോ നമ്മൾ എന്താണ്, തോൽവി സമ്മതിക്കരുത്. നിങ്ങൾ ആയുധം വെച്ച് കീഴടങ്ങിയാൽ നിങ്ങളുടെ മക്കൾ നാളെ ഒന്നിനും ശ്രമിക്കത്തില്ല. ശരിയല്ലേ? പരാജയപ്പെട്ട് ജീവിക്കുന്നതിൽ എന്തിനാ പരാജയപ്പെട്ട് ജീവിക്കുന്നത്? ഞാൻ പറയുന്നത് ഇവിടെ 100% സക്സസ് ഉറപ്പാണ്. 71 വയസ്സായിട്ടുള്ള അംബിക മേഡത്തിന് വിജയിക്കാന്നുണ്ടെങ്കിൽ, 5ാം ക്ലാസ് വിദ്യാഭ്യാസമുള്ള സുന്ദര സാറിന് സ്റ്റാർ പേളാവാമെന്നുണ്ടെങ്കിൽ, അദ്ദേഹം പറയുന്ന ഒരു കോട്ടിംഗ് ഉണ്ട്. അദ്ദേഹം പറയുന്നത്, ചന്ദനത്തിരി പോലെ നീറി നീറി നിൽക്കേണ്ട ആളുകളല്ല നമ്മള്, തീപ്പന്തം പോലെ കത്തി പടരണം, ഉള്ളിൽ ഫയർ ഉണ്ടാക്കണം. അതുണ്ടോ ഫയർ? ആ ഫയർ ഉള്ള ഒരു 2 കൈ ഇങ്ങനെ ഇങ്ങനെ കാണിച്ചേ, ഇങ്ങനെ കാണിച്ചത്, ഇങ്ങനെ എന്നെ കാണുന്നുണ്ടോ? സ്പോട്ട് ലൈറ്റിലല്ലേ? ആ സ്പോട്ട് ലൈറ്റിലാണ്. ആ ഉള്ളില് ഫയർ ഉള്ളവര് ഇങ്ങനെ കാണിക്കും. യെസ് ഒന്ന് പറഞ്ഞേ, ഇരുന്നിട്ട് ഭാര്യ അപ്പുറത്തും ഞെട്ടി വീഴട്ടെ കട്ടലെന്ന്. യെസ്, ഫയർ ഉണ്ട്, തോൽവി സമ്മതിക്കില്ല, വിജയിച്ച് കാണിക്കൂ. ചെയ്യേണ്ടത് എന്താണ്? ഈ ഉൽപ്പന്നം ഉപയോഗിക്കുക, ജനങ്ങളിലേക്ക് എത്തിക്കുക, നിരന്തരമായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യുക, മുന്നോട്ട് പോവാ. ഓക്കെ, അടുത്തൊരു പോയിന്റ്, എന്റെ ലാസ്റ്റ് പോയിന്റ്. ഒരു പോയിന്റ് കൂടി ഉണ്ട്. നമ്മുടെ കൂട്ടുകെട്ട് മാറാത്തത് എന്താണ്? അപ്പനി സംഗതുക്കോ നാപതല്ല, നമ്മുടെ കൂട്ടുകെട്ട് മാറാത്തത്. നിങ്ങൾ ഒരു വർഷം വിജയിക്കാത്ത ആളുകളുടെ കൂടെ കൂട്ടുകൂടിയാൽ, 10 വിജയിക്കാത്ത ആളുകളുടെ കൂടെ കൂട്ടുകൂടിയാൽ, ഒരു വർഷം കഴിയുമ്പോൾ നിങ്ങൾ 11ാമത്തെ വിജയിക്കാത്ത ആളായിട്ട് മാറും. നിങ്ങൾ ഒരു വർഷം വിജയിച്ച ആളുകളുടെ കൂടെ കൂട്ടുകൂടിയാൽ, ഒരു വർഷം കഴിയുമ്പോൾ നിങ്ങൾ 11ാമത്തെ വിജയിച്ച ആളായിട്ട് മാറും. എനിക്ക് പറയാനുള്ളത്, വിജയിച്ച ആളുകളുടെ അടുത്തേക്ക് നമ്മൾ പോകേണ്ടി വരും. വിജയിക്കാത്ത ആളുകൾ നമ്മുടെ 4 ചുറ്റും ഉണ്ടാവും എപ്പോഴും. മനസ്സിലാവണ്ട? ഇതാണ് പറയുന്നത് സംഗതിക്ക് അസർ, നമ്മുടെ കൂട്ടായ്മയുടെ മാറ്റാണ് അത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മുടെ കൂട്ടുകെട്ടൊന്ന് മാറാം. ആർസിഎമ്മിൽ വിജയിച്ച ആളുകളായിട്ട് കൂട്ടുകൂടാ. ആർസിഎമ്മിൽ വിജയിച്ച ആളുകൾ എവിടെ കിട്ടാം? ആർസിഎമ്മിന്റെ പ്രോഗ്രാമുകളിലാണ്, ആർസിഎമ്മിന്റെ ലീഡേഴ്സിന്റെ കൂടെ. എവിടെ പ്രോഗ്രാം ഉണ്ടെങ്കിലും പോവാം. എനിക്ക് പറയാനുള്ളത്, നല്ല വിജയിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളുടെ കൂടെ എപ്പോഴും കൂട്ടുകൂടാ. നെഗറ്റീവ് പറയുന്ന ആളുകളുടെ അടുത്തേക്ക് പോവാതിരിക്കുക. എനിക്ക് എവിടെ പോയാലും എനിക്ക് താല്പര്യമില്ല. കാരണം എവിടെ പോയാലും പ്രശ്നങ്ങളും തോൽവികളും പരദൂഷണങ്ങളും പറച്ചിലാണ്. നമ്മൾ ആർസിഎംകാർ അങ്ങനെയല്ലല്ലോ, നല്ലത് മാത്രം കേൾക്കും, നല്ലത് മാത്രം പറയും. എന്നോട് കഴിഞ്ഞ ദിവസം എന്റെ അടുത്ത് ഒരു വല്യമ്മ മരിച്ചു. അവിടെ ഞാൻ പോയി. അവിടെയും ഞാൻ ഒരുങ്ങി തന്നെ പോയത്, നല്ല വെൽ ഡ്രസ്സിങ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ എന്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു, എടാ ഗിരീഷ്, നീ, ഞങ്ങൾ ഏകദേശം ഏജ് ഗ്രൂപ്പാണ്, നീ ആർസിഎമ്മിൽ എന്താ നിങ്ങൾ കഴിക്കുന്നത്? യങ്ങായി വരണല്ലോ. എന്റെ പ്രായത്തിലുള്ളവൻ വയസ്സായി. അപ്പൊ ഞാൻ പറഞ്ഞ 2 കാരണങ്ങളാണ്, ഒരു കാരണമല്ല. എന്താണ്? നമ്മൾ വയറിലേക്ക് മാത്രം നല്ല ഭക്ഷണം കഴിച്ചുകൊണ്ട് കാര്യമില്ല, നമുക്ക് ബ്രെയിനിലേക്ക് നല്ല ഭക്ഷണം വേണം, അല്ലെ? നീ എത്ര നല്ല ഭക്ഷണം കഴിച്ചിട്ടും കള്ള് ഷാപ്പിൽ പോയിരുന്നു കഴിഞ്ഞാൽ നിന്റെ ആരോഗ്യം പോകും. കാരണം എന്താണ്? അവിടെ പറയുന്നത് മോശം ലാംഗ്വേജ് ആയിരിക്കും, മോശം അറിവുകളായിരിക്കും. അല്ലെ, അങ്ങനെയുള്ള ആളുകളുടെ കൂട്ടത്തില് കള്ളുടിയന്മാരുടെ കൂടെ ഇരുന്ന് നോക്കി അതേ അറിവ് കിട്ടുള്ളൂ, എത്ര നല്ല ഭക്ഷണം കഴിച്ചാലും. ആർസിഎമ്മിൽ 2 കാര്യങ്ങളാണ് കിട്ടണത്. ഒന്ന്, നല്ല ഭക്ഷണം, ഗുഡ് മോർണിംഗ് ടു ഗുഡ് നൈറ്റ് വരെ നല്ല ഭക്ഷണം, നല്ല മല്ലി, നല്ല മുളക്, നല്ല മഞ്ഞള്, നല്ല ആട്ട, നല്ല ഓയില്, നല്ല ന്യൂട്രീഷൻ സപ്ലിമെന്റ്. അല്ലെ, എന്റെ വീടിനടിച്ചിരിക്കുന്ന പെയിന്റ് പോലും 70% കെമിക്കൽ ഫ്രീ ആണ്. അപ്പൊ നല്ല ഐറ്റംസ് ആണ് നമ്മുടേത്, 4000-ലധികം ഉൽപ്പന്നങ്ങൾ. ആ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന ശീലം ഞാൻ കൊണ്ടുവന്നു. തന്നെയല്ല, നല്ല ആളുകളുടെ കൂട്ടത്തിൽ കൂടി ആർസിഎമ്മിന്റെ പ്രോഗ്രാമുകൾ, അവിടെ നല്ല വ്യക്തിയാവാനാണ് നമ്മളെ പഠിപ്പിക്കുന്നത്, മറ്റുള്ള ബഹുമാനിക്കാനാണ് പഠിപ്പിക്കുന്നത്, മറ്റുള്ളവരെ ആദരിക്കാനാണ് പഠിപ്പിക്കുന്നത്, മറ്റുള്ളവരെ വിജയിപ്പിക്കാനാണ് പഠിപ്പിക്കുന്നത്. അവിടെ പോസിറ്റീവായ കാര്യങ്ങൾ പറയുള്ളൂ, അവിടെ നെഗറ്റീവായ കാര്യങ്ങൾക്ക് പ്രസക്തിയില്ല. അപ്പൊ അവൻ പറഞ്ഞു, അത് ശരി. ഞാൻ പറഞ്ഞു, നിന്നോട് ഞാൻ പറഞ്ഞു തരാം. പക്ഷെ അവർ കേൾക്കില്ലല്ലോ, നമ്മുടെ കൂട്ടുകാരന്മാരല്ലേ. ഞാൻ പറഞ്ഞു, 10 വർഷം കഴിയുമ്പോൾ നീ എന്നെ നോക്കിക്കോളൂ, ഞാൻ വീണ്ടും ചെറുപ്പം, ഇപ്പൊ ഉള്ളതിനേക്കാളും ചെറുപ്പമായിട്ടുണ്ടോ. കാരണം ആർസിഎമ്മിൽ നമുക്ക് എത്ര പ്രായമാവുന്നു അത്രയും നമ്മുടെ പ്രായം കുറയും. ഹലോ, എത്ര പേര് പ്രായം കുറഞ്ഞ പോലെ തോന്നിയിട്ടുണ്ട് ആർസിഎമ്മിൽ വന്നതിന് ശേഷം? യെസ്, ഞാൻ യങ്ങായി എന്ന് അവകാശപ്പെടുന്ന എത്ര പേരുണ്ട്? നോക്കട്ടെ. ഗുഡ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മുടെ കൂട്ടുകെട്ട് മാറണം. അതുകൊണ്ട് ഞാനൊരു പോയിന്റ് പറയാറുണ്ട്, ആർസിഎമ്മിൽ വിജയിക്കണമെങ്കിൽ
4 കാര്യങ്ങള് മാറണം. ഓക്കെ, വെരി ഗുഡ്, സൂപ്പർ. കൈ പൊക്കുന്നതിൽ എല്ലാവരും നല്ല ഉഷാറാ. എന്നെനിക്ക് സന്തോഷമുണ്ട്. എല്ലാവരും ലാസ്റ്റ് വരെ എനിക്ക് തോന്നുന്നു കുറച്ച് ത്രില്ലിംഗ് ആയ ക്ലാസ്സാണ്. കാരണം ഇത് കേട്ട് കഴിഞ്ഞപ്പോ എനിക്ക് ഭയങ്കര ത്രില്ലായി ഈ ക്ലാസ് കേട്ട് കഴിഞ്ഞപ്പോ. ഇത് എന്തായാലും പറയണ എവിടെയെങ്കിലും. അപ്പൊ അതില് ഞാൻ പറയാറുണ്ട്, 4 കാര്യങ്ങൾ നമ്മൾ മാറണം. പുരാന ദോസ്ത്, പഴയ കൂട്ടുകാര്. പുരാന കപ്പട, പഴയ വസ്ത്രം. പിന്നെ 2 വാതില്, അപ്പന ദർവാജ അപ്പലേൻക ദർവാജ. നോട്ട് ചെയ്ത് വെച്ചോ, നിങ്ങൾക്ക് വിജയിക്കാനുള്ള ഒരു വിജയ മന്ത്രമാണ്. എന്തൊക്കെ മാറണം? പുരാന ദോസ്ത്, പഴയ കൂട്ടുകാരെ മാറ്റുക താൽക്കാലികമായിട്ട്. അവരുടെ കൂടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ വിജയിക്കില്ല. പഴയ കൂട്ടുകാരെ നിങ്ങളെ കലങ്കിലേക്ക് വിളിക്കും, കടത്തിണ്ണയിലേക്ക് വിളിക്കും, ലെക്ചർ അടിക്കാൻ വിളിക്കും, സ്മോൾ അടിക്കാൻ വിളിക്കും, സിനിമയ്ക്ക് പോകാൻ വിളിക്കും, തെറ്റായ കൂട്ടുകെട്ടിനെ വിളിക്കും. പഴയ കൂട്ടുകാര്, കളിക്കൂട്ടുകാരുണ്ടല്ല. അപ്പൊ പുരാന ദോസ്ത്, പുരാന കപ്പട. ഡ്രസ്സ്, നിങ്ങളുടെ കയ്യിൽ എത്ര നല്ല ഡ്രസ്സ് ഉണ്ടെങ്കിൽ മാറ്റി വെക്കൂ. ആർസിഎമ്മിന്റെ ഡ്രസ്സ് ഇടും. ഞാൻ ഇട്ടിരിക്കുന്നത് ഫുൾ ആർസിഎമ്മിന്റെ ഡ്രസ്സാണ്. അപ്പൊ പുരാന ദോസ്ത്, പുരാന കപ്പട ആർസിഎമ്മിന്റെ ഡ്രസ് കോഡിൽ ഒന്ന് വരും. അടുത്തത് 2 വാതിലാണ്, അപ്പന ദർവാജ, നമ്മുടെ വാതിൽ വിടാം. പല ആളുകളും വീടിനുള്ളിൽ ഇരുന്ന് എങ്ങനെ ഡയമണ്ട് ആവാന്നുള്ള കോഴ്സാണ് ചെയ്യുന്നത്. എന്താണ്? വീടിനുള്ളിൽ ഇരുന്ന് എങ്ങനെ ഡയമണ്ട് ആവാം കോഴ്സാണ്. അതിന്റെ പ്രാക്ടീസ് ചെയ്യുന്നത്. ഒരിക്കലും ആവത്തില്ല. നിങ്ങളുടെ വാതിൽ വിടാം. ഞാനൊക്കെ തുടങ്ങിയ സമയത്ത് രാത്രി 12 മണി 1 മണിക്ക് എന്റെ വീട്ടിലെത്തിയിരുന്നത്. കാരണം എന്താണ്? ഒരു സ്ഥലത്ത് പോയി നമ്മൾ പ്ലാൻ പറയും, അപ്പോഴേക്കും അവര് പറയും സാറേ എന്റെ അനിയനുണ്ട് ഇപ്പുറത്ത്, ആളോടൊന്ന് പറയും. അപ്പൊ അവിടേക്ക് പോകും. അപ്പൊ 11 മണിയായി. അവിടെ ചെല്ലുമ്പോഴായിരിക്കും ആളെ 2 കൂട്ടുകാരന്മാരെ കാണുന്നത്. പിന്നെ അവരോട് പറയും. അപ്പോ ടൈം ബോണ്ടിങ് വെച്ച് നമ്മൾ ആശയം ചെയ്താൽ നമുക്ക് വിജയിക്കാൻ സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം? ടൈം ബോണ്ടിങ് ഇല്ലാതെ നമ്മുടെ വീട് വിടണം. അടുത്തെന്താണ്? അപ്ലൈൻക ദർവാജ. അപ്ലൈൻക ദർവാജ എന്ന് പറഞ്ഞാല് നമ്മുടെ അപ്ലൈന്റെ വാതില്. പല ആളുകളും പ്രാപ്തി വന്നിട്ട് പോലും, അതായത് മോള് സ്വന്തം തുണി അലക്കാൻ പ്രാപ്തി വന്നു, എന്നിട്ട് പോലും അമ്മ തുണി അലക്കി കൊടുക്കാം. ഹലോ, മോൻ സ്വന്തമായിട്ട് എന്താ പറയാ, അവന്റെ കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തനായി, എന്നിട്ട് പോലും അമ്മ ഭക്ഷണം അവന്റെ വായിൽ വെച്ചു കൊടുക്കാണ്. സുഹൃത്തുക്കളെ, നമ്മൾ പ്രാപ്തിയുള്ളവരായിട്ട് മാറണം. നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യണം. എല്ലാത്തിനും തൊട്ടേനും പിടിച്ചേനും അപ്പലേനും വിളിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. അതുകൊണ്ട് നമ്മൾ ഫീൽഡിലേക്ക് ഇറങ്ങാം. നമ്മൾ സ്വയം ഇറങ്ങിയാലേ നമുക്ക് വളരാൻ പറ്റുള്ളൂ. നിങ്ങളുടെ അപ്പലേനെ എത്ര പ്രാവശ്യം നിങ്ങൾ വിളിക്കും? നമ്മൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് മാറണം. ലീസ് ഡിപെൻഡന്റ്, ബി ഇൻഡിപെൻഡന്റ്. നമ്മൾ സ്വയം പര്യാപ്തത്തിലേക്ക് വരണം. നമ്മൾ സ്വയം പ്ലാൻ പറയാൻ പഠിക്കണം. നമ്മൾ സ്വയം ഹോം മീറ്റിംഗ് കൊടുക്കാൻ പഠിക്കണം. നമ്മൾ സ്വയമായിട്ട് കാര്യങ്ങൾ ക്ലാസ് കൊടുക്കാൻ പഠിക്കണം. എന്നാലാണ് നമ്മുടെ ടീം വളരുള്ളൂ നല്ല രീതിയിൽ. അതും അപ്ലൈന്റെ ഗൈഡ് ലൈനോട് കൂടി. ഹലോ, അപ്ലൈന്റെ ഗൈഡ് ലൈനോട് കൂടി. അപ്പൊ ഇത് ശ്രദ്ധിക്കാം. ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നതാണ് ദൂർദൃഷ്ടിക ന ഹോന, ദീർഘവീക്ഷണമില്ലാത്തത്. ഒരു 10 വർഷം കഴിയുമ്പോൾ ആർസിഎം എന്തായിട്ട് മാറും? എല്ലാം മാറുന്നത്. ഇപ്പൊ എന്ത്? ആളുകൾക്ക് ദീർഘവീക്ഷണമില്ല. നിങ്ങൾക്ക് ദീർഘവീക്ഷണം ഉണ്ടോ? ഇന്ന് എന്ത് കിട്ടുമെന്നല്ല. ഇന്നൊരു പക്ഷെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കാം, വരുമാനം കുറവായിരിക്കാം, ടീം ചെറുതായിരിക്കാം. സുഹൃത്തുക്കളെ, 2024 മെയ് 1-ാം തീയതി മുതൽ മൊത്തം ആർസിഎമ്മിന്റെ രൂപഭാവങ്ങൾ മാറാൻ പോവാണ്. ഒരു 5 വർഷം കഴിയുമ്പോഴേക്കും ഇന്ന് ആർസിഎമ്മിനെ ആത്മാർത്ഥമായിട്ട് ഏറ്റെടുക്കുന്ന വ്യക്തികള് എവിടേക്ക് എത്തും എന്നുള്ളൊരു ദീർഘവീക്ഷണം നിങ്ങൾക്കുണ്ടായിരിക്കണം. ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളും റൂബിയും സ്റ്റാർ റൂബിയും സഫയറുമായിട്ട് 5 വർഷം കഴിയുമ്പോൾ ഇരിക്കുന്നത് നിങ്ങൾക്ക് ഇന്ന് കാണാൻ സാധിച്ചാൽ ആ വ്യക്തിക്ക് ഒരു കാരണവശാലും ക്ഷീണമോ തളർച്ചയോ ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ദീർഘവീക്ഷണത്തോട് കൂടിയിട്ട് ഒരു 5 വർഷം കഴിയുമ്പോൾ നിങ്ങളുടെ ടീമിലെ ടെക്നിക്കൽ ലെക്ചർമാർ എത്ര, നിങ്ങൾ എത്ര പേർക്ക് ജോലി കൊടുത്തു, നിങ്ങളുടെ വീടിന്റെ സൈസ് എത്ര, നിങ്ങളുടെ കാർ എത്ര വലുതാണ്, നിങ്ങളുടെ കൂടെ എത്ര പേര് സത്യസന്ധമായി വർക്ക് ചെയ്യുന്ന ആളുകളെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തു, നിങ്ങളുടെ ഫാമിലിക്ക് കൊടുക്കുന്ന സന്തോഷം, നിങ്ങളുടെ ടൈം ഫ്രീഡം. എല്ലാവരും ഇന്നത്തെ ബുദ്ധിമുട്ടാണ് നോക്കുന്നത്. ഇന്ന് ബുദ്ധിമുട്ടുണ്ടാവും. കാരണം ആർസിഎമ്മിന് നിങ്ങളുടെ പാസ്റ്റിനെ മാറ്റാൻ പറ്റത്തില്ല. ആർസിഎമ്മിന് നിങ്ങളുടെ പ്രസന്റിനെ മാറ്റാൻ പറ്റത്തില്ല. ആർസിഎമ്മിന് മാറ്റാൻ പറ്റുന്ന നിങ്ങളുടെ ഫ്യൂച്ചറിനെ മാത്രമാണ്. ഇന്ന് ചെയ്യുന്ന പ്രവർത്തനത്തിന് നാളെയാണ് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയുള്ളൂ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇന്നേ ആരംഭിക്കുക. നിങ്ങളുടെ സക്സസിനായിട്ട്, നിങ്ങളുടെ ടീമിന്റെ സക്സസിനായിട്ട്, നിങ്ങളുടെ കുടുംബത്തിന്റെ സക്സസിനായിട്ട്, എല്ലാത്തിലും ഉപരി ബിൽഡ് എ ന്യൂ ഇന്ത്യ, ഒരു പുതിയ ഭാരതത്തിന്റെ സക്സസിനായിട്ട് നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. അതുകൊണ്ട് തന്നെ
ഒരു വലിയ ദീർഘവീക്ഷണം നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് 28-ാം തീയതി നിങ്ങൾ മാക്സിമം ടിക്കറ്റ് ലീഡേഴ്സിന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച്, ഞാൻ പറയുന്നു ഇനിയും ഇൻവെസ്റ്റ് ചെയ്യാൻ മടിക്കരുത്. മൂർത്തി സാർ എന്നോട് പറയുന്ന ഒരു കാര്യം, ഗിരീഷ്, ആർസിമിന് വേണ്ടി നീ എത്ര ഇൻവെസ്റ്റ് ചെയ്യുന്നോ അതിന്റെ 1000 മടങ്ങ് നിനക്ക് തിരിച്ചു കിട്ടും. അതുകൊണ്ട് നിങ്ങൾ പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടായാലും നിങ്ങളുടെ കൂടെ കിട്ടാവുന്ന ടിക്കറ്റ് എടുത്ത് മാക്സിമം ആളുകളെയും കൊണ്ട് ഈ വരുന്ന 28-ാം തീയതി 8 മണിക്ക് തന്നെ രാജഗിരി ഓഡിറ്റോറിയത്തിൽ എത്തുക. ഏറ്റവും ഫ്രണ്ട് സീറ്റുകളിൽ ഇടം പിടിക്കുക. ആർസിഎമ്മിന്റെ അനന്തമായ സാധ്യതകൾ നമ്മുടെ MD-യിൽ നിന്ന് നേരിട്ട് നിങ്ങൾക്ക് കിട്ടാനുള്ള അവസരമാണ്. അതിനുശേഷം നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം, ഒരുമിച്ച് വിജയിക്കാം. എല്ലാവർക്കും ആർസിഎമ്മിലൂടെ വൻ വിജയങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. സ്നേഹപൂർവ്വം നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹം ആഗ്രഹിച്ചുകൊണ്ട് സ്റ്റാർ എംറാൾഡ് റൈസിംഗ് കോർ ലീഡർ ഗിരീഷ് ചാലക്കുടി. ജയ് ആർസിഎം, ജയ് ഹിന്ദ്. താങ്ക് യു.